ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായ പകലിൽ സഭയെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഉപവാസങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഏഴാമത്തെ പകൽവേളയിൽ സഭയായി കുടുംബങ്ങളായി നമുക്കെല്ലാവർക്കും കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ വിലയേറിയ അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. നമ്മുടെ എല്ലാം ആയുസ്സിനെയും ആരോഗ്യത്തെയും തമ്പുരാൻ ദൈർഘ്യമാക്കി തന്ന കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കായി നന്ദിയോടെ കർത്താവിന് ഈ പകൽ സ്തോത്രം പറയുന്നു. ഈ യോഗ ലീഡിയെന്ന് ബഹുമാനായി ദിവദാസനായി കുടുംബത്തിനായി സ്തോത്രവും വന്ദനവും പറയുന്നു. വീണ്ടും മുഖദാവിൽ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന അനുഗ്രഹീതരായിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, എല്ലാ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തിലുള്ള വന്ദനങ്ങൾ ഈ പകൽ അറിയിക്കുന്നു. സ്തോത്രം. ബഹുമാനിയെ പാസ്റ്റർ പറഞ്ഞ പോലെ എരുമേലിയാണ് എൻ്റെ സ്വദേശം. ഇപ്പോൾ കുറച്ച് നാളുകളായി താമസിക്കുന്നത് മൂവാറ്റുപുഴയിലാണ്. കുറച്ച് നാളുകളായിട്ട് സഭയുടെ ചുമതലകളോ സഭയുടെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. തമ്പുരാൻ അയക്കുന്നിടത്തെല്ലാം കർത്താവിൻ്റെ വചനവുമായിട്ട് സഞ്ചരിക്കുന്നു. അങ്ങനെയാണ് ഈ പകൽ നിങ്ങളുടെ കൂടെ വന്നത്. എന്നെ ക്ഷണിച്ച പാസ്റ്ററോടും കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും സ്നേഹത്തിലോടും വന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് മുഖവരയ്ക്കെല്ലാം വിരാമം കുറിക്കുന്നു. അതിവേഗത്തിൽ ഗൗരവമുള്ളൊരു ദൂത് നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കുറച്ച് കാലങ്ങളായി പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുകയും ഞാൻ സഭകളോട് സംസാരിക്കുകയും ചെയ്യുന്ന വളരെ ഗൗരവമുള്ളൊരു ദൂത് നിങ്ങളോട് ലഭ്യമായ സമയത്തിനകത്ത് നിന്നുകൊണ്ട് സംസാരിപ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. വിശേഷാൽ നല്ല ഗാനങ്ങൾ ആലപിച്ച് നമ്മളെ ആരാധനയിലേക്ക് നടത്തിയ പോൾസൺ പാസ്റ്റർക്കായി വന്ദനം പറയുന്നു. ഔപചാരികങ്ങളോ അതിനകത്ത് വലിയ ഫോർമാലിറ്റികളോ ഇല്ലാത്ത വളരെ അകമഴിഞ്ഞൊരു ബന്ധം ബഹുമാനിയ പാസ്റ്ററുമായിട്ടുണ്ട്. പോൾസൺ പാസ്റ്റർക്ക് പ്രസംഗിക്കുന്ന രാഹുൽ പാസ്റ്റയേക്കാൾ പഴയ രാഹുൽ പാസ്റ്റയാണ് അറിയാവുന്നത്. സ്തോത്രം. ഒത്തിരി വർഷങ്ങളായുള്ള ബന്ധമാണ്. കൂട്ടായ്മകൾക്കായി സ്തോത്രം. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദിയിൽ ഒരുമിച്ച് ഇങ്ങനെ ഞാൻ ശുശ്രൂഷിക്കുകയും മച്ചാൻ പാടുകയും ചെയ്യുന്നത്. സ്തോത്രം. വളരെ സന്തോഷമുണ്ട്. സ്തോത്രം. കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തകൾക്കായി സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോക സ്ഥാപനങ്ങൾക്ക് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ വിശ്വസ്തകൾക്കായി സ്തോത്രം. ആ തിരഞ്ഞെടുപ്പ് ലഭ്യമായതുകൊണ്ടാണ് ഇന്ന് രാത്രി ഈ പകൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ആക്കി വെച്ചെടുത്തെല്ലാം ഓടുവാൻ കർത്താവ് കൃപ നൽകി. മുഖവരകൾക്കെല്ലാം വിരാമം കുറിക്കുന്നു. വചനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. 1 തെസ്സലോനിക്ക ലേഖനം എടുക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 23, 24 വാക്യങ്ങൾ ഒരാൾ ശബ്ദമുയർത്തി എന്നെ വായിച്ച് സഹായിക്കാമെങ്കിൽ വളരെ ഉപകാരമാണ്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 23, 24 വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. സമാധാനത്തിന്റെ ദൈവം തന്നെ നമ്മളെ മുഴുവനും ശുദ്ധീകരിക്കും. നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ഇനി എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കോ. ഈ വേദപുസ്തകത്തിൽ 2 തെസ്സലോനിക്ക ലേഖനങ്ങളുണ്ട്. 2 ലേഖനങ്ങളുടെയും അടിസ്ഥാനപരമായ വിഷയം കർത്താവിൻ്റെ പുനരാഗമനമാണ്. 2 പുസ്തകങ്ങളും കർത്താവിൻ്റെ വരവിനെ 2 ടോപ്പിക്കിലാണ് പഠിപ്പിക്കുന്നത്. ഒരു പുസ്തകം യേശുവിൻ്റെ മേഘപ്രത്യക്ഷതയും ഒരു പുസ്തകം യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയും. രഹസ്യവരവും പരസ്യവരവും എന്ന 2 അതിപ്രധാന വിഷയങ്ങളാണ് തെസ്സലോനിക്ക ലേഖനങ്ങൾക്കകത്ത് കൈകാര്യം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മറ്റൊരു സഭയോടും പറയാത്ത കർത്താവിൻ്റെ പുനരാഗമനം എന്ന ദൂത് തെസ്സലോനിക്ക സഭയോട് പറഞ്ഞത് എന്നതിന് 1-2 കാരണങ്ങളാണ്. തെസ്സലോനിക്ക സഭ ദുരുപദേശത്താൽ ഇളകിപ്പോയൊരു സഭയാണ്. തെസ്സലോനിക്ക സഭ ദുരുപദേശത്താൽ ഇളകി ഇടറി തകർന്ന ഒരു മഹാസഭയാണ്. അവിടെ വെളിപ്പെട്ട ദുരുപദേശത്തെ എണ്ണിപ്പറഞ്ഞാൽ 1, 2, 3 ദുരുപദേശങ്ങളാണ്. 1, കർത്താവിൻ്റെ വരവിനെ തെറ്റായി പഠിപ്പിച്ചു. 2, മരിച്ചവർ സ്വർഗത്തിൽ പോകില്ല എന്ന് പഠിപ്പിച്ചു. 3, സഭ ഭൗതികമായി ഒന്നും സമ്പാദിക്കരുത് എന്ന് പഠിപ്പിച്ചു. അങ്ങനെ 3, 4, 5 ദുരുപദേശങ്ങളാൽ ഇളകി ഇടറി ഉടഞ്ഞു പോയൊരു മഹാസഭയാണ് തെസ്സലോനിക്ക സഭ. ഈ ദുരുപദേശത്താൽ തെസ്സലോനിക്ക സഭയൊന്ന് കലങ്ങിയെന്ന് ഇടയനായ പൗലോസിൻ്റെ ചെവിയിൽ കേട്ടു. ഈ വാർത്ത പൗലോസ് എന്ന മനുഷ്യന് ഭയങ്കര സങ്കടം ഉളവാക്കിയ കാര്യമാണ്. തനിക്ക് ഭാരമുണ്ടായി. താൻ നിർമ്മിച്ച, താൻ വളർത്തിയൊരു സഭ ദുരുപദേശത്താൽ, ദുരുപദേഷ്ടക്കന്മാരാൽ
ഉടഞ്ഞു പോയി എന്നറിഞ്ഞതിൽ പൗലോസിന് ഭയങ്കര സങ്കടം. ആ സങ്കടം പറയുന്ന 3 വാക്യങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ട്. ഒരു വാക്യം ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്: എൻ്റെ പ്രയത്നം വ്യർത്ഥമായി പോയോ, വൃഥാ ആയിപ്പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് പറയുന്നു, എനിക്ക് ഭയങ്കര ഭയമുണ്ട്, എനിക്ക് ഭയങ്കര പേടിയുണ്ട്. എന്താണ് തൻ്റെ പേടി? തൻ്റെ ഭയം എൻ്റെ പ്രയത്നങ്ങൾ വെറുതെയായി പോകുമോ എന്നതാണ് എനിക്ക് ഭയമുണ്ടാക്കുന്നത്. പ്രയത്നങ്ങൾ എന്ന വാക്കിന് തൻ്റെ അധ്വാനങ്ങൾ, പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ, ആ തെസ്സലോനിക്ക സഭയെ നടത്തിയത്, അവർക്ക് വേണ്ടി സഹിച്ച കഷ്ടങ്ങൾ വെറുതെയായി പോകുമോ എന്നെനിക്ക് ഭയങ്കര ഭയമുണ്ട്. ഒന്നുകൂടെ ചോദിക്കും, പൗലോസേ, താങ്കൾ എന്തിനാ ഇത്ര ഭയപ്പെടുന്നേ? താങ്കൾ എന്തായി പറയുന്നേ? അങ്ങയുടെ പ്രയത്നങ്ങൾ വ്യർത്ഥമായി പോകും എന്താ പൗലോസേ താങ്കൾ പറയുന്നത്? അതിന് മറ്റൊരു കാരണം പൗലോസ് പറയും. അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാണോന്ന് എനിക്കറിയണം, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണം. എന്തുകൊണ്ടാണ് പൗലോസ് ഭയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, അവർക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാൻ ഒരു സാധ്യതയുമില്ല. തെസ്സലോനിക്ക സഭ പിന്മാറിപ്പോകാൻ, ഉടഞ്ഞു പോകാൻ, തകർന്നു പോകാൻ ഒത്തിരി സാധ്യതകളുണ്ട്. അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോന്ന് എനിക്കറിയണം. നിലനിൽക്കാൻ ഒരു സാധ്യതയുമില്ല. പൗലോസേ, താങ്കൾ എന്തായി പറയുന്നേ? അവർ വിശ്വാസത്തിൽ നിലനിൽക്കില്ലെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണോ താങ്കൾ ഭയപ്പെടുന്നത്? പൗലോസ് പറയുന്നത്, എനിക്ക് ഭയമുണ്ട്, അവർ വിശ്വാസത്തിൽ നിലനിൽക്കാൻ ഒരു സാധ്യതയുമില്ല. ചോദിക്ക് പൗലോസേ, എന്തുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത് അവർ വിശ്വാസത്തിൽ നിലനിൽക്കത്തില്ലെന്ന്? അതിന് മറ്റൊരു കാരണം ഈ പുസ്തകത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ആ കാരണം ഇങ്ങനെയാണ്: അവർ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നവരാണ്. അവർ ബഹു കഷ്ടം സഹിക്കുന്നത് കൊണ്ട് എനിക്ക് ഭയമുണ്ട്. അവർ ബഹു കഷ്ടം സഹിക്കുന്നത് കൊണ്ട് അവർ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ സാധ്യതകൾ അധികമാണ്. ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് തെസ്സലോനിക്ക സഭയെപ്പറ്റിയും അവിടുത്തെ വിശ്വാസികളെയൊക്കെ പറ്റിയും ഭയങ്കര ഭയമുണ്ട്, ഭയങ്കര പേടിയുണ്ട്. അങ്ങനെ വല്ലാത്തൊരു കഷ്ടതയിൽ കൂടി നടന്നു പോകുന്ന തെസ്സലോനിക്ക സഭയെ അവരുടെ അവസ്ഥയെ അറിയാൻ പറഞ്ഞയച്ചാലാണ് തിമത്തിയോസ് എന്ന സഹശുശ്രൂഷകനെ തെസ്സലോനിക്ക സഭയിലേക്ക് പൗലോസ് പറഞ്ഞയച്ചു. പോകുന്നതിന് ഉത്തരവാദിത്തം സഭ എങ്ങനെയുണ്ടെന്ന് അറിയണം. പൗലോസ് പറയാം, മോനെ, പോകുന്നതൊക്കെ കൊള്ളാം, അവർ തകർന്നു പോയെന്നാണ് ഞാൻ കേട്ടത്. അതിന് പൗലോസ് പറയുന്ന വാക്കാണ്, തെസ്സലോനിക്ക സഭ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നവരാണ്. അങ്ങനെ തകർന്നിരിക്കുന്ന, ബഹു കഷ്ടം സഹിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളെ കാണാൻ തിമത്തിയോസ് എന്ന സഹശുശ്രൂഷകൻ തെസ്സലോനിക്ക സഭയ്ക്കകത്തോട്ട് വന്നു കയറി. പക്ഷെ വന്ന് അകത്ത് കയറി തിമത്തിയോസ് ഞെട്ടിപ്പോയി. താൻ ഒരിക്കലും വിചാരിക്കാത്ത, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ കാര്യം സഭയ്ക്കകത്ത് നടക്കുന്നു. അത് കണ്ടിട്ട് തിമത്തിയോസിന്റെ അകം നിറഞ്ഞ, ഉറക്കപ്പറഞ്ഞ വാക്യം ഇങ്ങനെയാണ്: പൗലോസേ, നമ്മുടെ സഭ തകർന്നു പോയച്ചാ. തെസ്സലോനിക്ക സഭ ബഹു കഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുന്നു പാസ്റ്ററേ. തീർന്നില്ല. അതിനോട് ചേർന്ന് തിമത്തിയോസ് ഒരു പദം ആഡ് ചെയ്തിട്ടുണ്ട്. ആ പദം ഇങ്ങനെയാണ്: അവർ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്നവരാണ്. ഓ മൈ ഗാഡ്. 1000 പ്രശ്നമുണ്ടായിട്ടും, 1000 പോരാട്ടമുണ്ടായിട്ടും, 1000 കഷ്ടതയുണ്ടായിട്ടും തകർന്നു പോയെന്നല്ല വാക്യം. 1000 കഷ്ടതയ്ക്കകത്ത് വരെ പിടിച്ചു നിർത്തിയ, അവരെ ശക്തീകരിക്കുന്ന, അവരെ ബലപ്പെടുത്തുന്ന ഒരു ദൈവകൃപയുണ്ടായിരുന്നു, ഒരാത്മശക്തി ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, തിരുവല്ലയിൽ 1000 പ്രശ്നം വന്നാലും ഉടഞ്ഞു പോകാൻ അനുവദിക്കാതെ അതിനകത്ത് പിടിച്ചു നിർത്തിയ ഒരു ദൈവകൃപയുണ്ടെന്ന് ഈ പകൽ പറയാൻ കൃപയുള്ളവർക്ക്, അധികാരമുള്ളവർക്കായി. ഓഹോ, ജയം ജയം ജയം. അമേ അമേ. നമ്മുടെ കുടുംബത്തെ ഉന്മൂലനാശമാക്കി തീർക്കേണ്ട 1000 വിഷയങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഇടിച്ചു കയറിയിട്ടും ഇന്ന് പകലും ജീവനോടിരിക്കുന്നത്, ഉടഞ്ഞു പോകാതെ, പരിഹാസക്കോലമാകാതെ തിരുവല്ലയിൽ നിൽക്കുന്നത് പണത്തിൻ്റെ പിൻബലം കൊണ്ടോ ബന്ധങ്ങളുടെ പിൻബലം കൊണ്ടോ അല്ലെന്നേ. ആ വലിയ പ്രതിസന്ധിക്കകത്തു എന്നെ സന്തോഷിപ്പിച്ച ഒരഭിഷേകമുണ്ടെന്നും ദൈവകൃപയുണ്ടെന്നും അനുഭവിച്ചിട്ടുള്ളവർക്കായി ഞാൻ ഈ പകൽ സ്തോത്രം പറയുക. നമ്മളെ സന്തോഷിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവകൃപ. അമേ അമേ അമേ. ഞാൻ ആ മുഖവരെ തൊട്ട് പോയത് കൊണ്ട് 1-2 വാക്കുകൾ മുൻപോട്ട് കയറി പറയാം. ബഹു കഷ്ടം സഹിക്കുന്നവർ. ബഹു കഷ്ടം, ബഹു കഷ്ടം. അതിൻ്റെ അർത്ഥം എണ്ണിയാൽ തീരാത്ത കഷ്ടമെന്നാണ്, പറഞ്ഞാൽ അവസാനിക്കാത്ത കഷ്ടമെന്നാണ്. തിരമാല പോലെ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന കഷ്ടങ്ങളെ വിളിക്കുന്ന പേരാണ് ബഹു കഷ്ടം. എന്താണ് ബഹു കഷ്ടം?
അത് തെസ്സലോനിക്ക സഭയിൽ ഒരു പഠന വിഷയമാണ്. എന്താണ് ബഹുകഷ്ടം? തൊട്ടു പറയാം. ഈ ദുരുപദേഷ്ടക്കന്മാർ വന്നു പറഞ്ഞു, യേശു വേഗം വരും. ഈ പൗലോസിന്റെ പ്രസംഗം കേട്ട വിശ്വാസിയും ഓർത്തത് ഈ പ്രസംഗം തീരുമ്പോൾ യേശു വരുമെന്ന്. അത്ര പ്രത്യാശാജനകമാണ് പൗലോസിന്റെ പ്രസംഗം. ഈ ആശയത്തെയും ഈ പ്രത്യാശയും ദുരുപദേഷ്ടക്കന്മാർ മുതലെടുത്തു. അവർ പറഞ്ഞു യേശു വേഗം വരും, ചിലപ്പോൾ അടുത്ത ആഴ്ച അടുത്ത മാസം വരും. യേശു വേഗം വരുന്നത് കൊണ്ട് നമുക്ക് വീടങ്ങ് വിൽക്കാം, കാര്യം വീടിൻ്റെ ആവശ്യം ഇല്ലല്ലോ. അങ്ങനെ വീട് വിറ്റു, സ്ഥലം വിറ്റു, ഒട്ടകത്തെ വിറ്റു. വിറ്റിട്ട് കിട്ടിയ നന്മകളുമായി എല്ലാവരും ആലയത്തിൽ വന്നിരുന്നു. പ്രത്യാശയായിരുന്നു യേശു വരുമ്പം ഇവിടെ നിന്ന് പറക്കണം, ഭയങ്കര പ്രത്യാശ. പക്ഷെ ഒരു അപകടം അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. യേശുവിൻ്റെ വരവ് ലേറ്റായിപ്പോയി. യേശുവിൻ്റെ വരവ് ലേറ്റായപ്പോൾ സംഭവിച്ച വലിയ അപകടം, ഈ വെറ്റ് കിട്ടിയ സമ്പത്തുകൾ തീരാൻ തുടങ്ങി. ഇപ്പം കയറിക്കിടക്കാൻ നല്ല വീടില്ല. അതിൻ്റെ പേരാണ് ബഹു കഷ്ടം. അവരുടെ വരുമാന മാർഗം ആട് ഓട്ടവും, അതാണ് ഉപജീവന മാർഗം ഉപയോഗിച്ചത്. ആടിനെ ഒട്ടകത്തെ വിറ്റപ്പോൾ ഉപജീവന മാർഗത്തിൻ്റെ വഴിയും അടഞ്ഞു. ഇതിൻ്റെ പേരാണ് ബഹു കഷ്ടം. എൻ്റെ ആശയത്തിൽ, എൻ്റെ വാക്കിൽ പറയാം, സഭാ ഹോളിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ കടത്തിണയല്ലാതെ മറ്റൊരാശ്രയമില്ല. ഇതിൻ്റെ പേരാണ് ബഹു കഷ്ടം. ഞങ്ങളുടെ എരുമേലിക്കാട് വാക്ക് പറയാം, മരിച്ചാലടക്കാൻ 6 അടി മണ്ണില്ല. ഇതിൻ്റെ പേരാണ് ബഹു. നാളെപ്പറ്റി ഓർത്താൽ സന്തോഷിക്കാൻ, പ്രത്യാശിക്കാൻ, സ്തോത്രം പറയാൻ ഒരു വകയുമില്ല. ശൂന്യതയല്ലാതെ, തകർച്ചയല്ലാതെ മറ്റൊന്നില്ല. ഇത്രയും വലിയ പ്രതിസന്ധികളെ ചുരുക്കി പറഞ്ഞ വാക്കാണ് ബഹു കഷ്ടം. ഇന്ന് പകൽ കേട്ടോ, ഇത്രയും കഷ്ടതയുണ്ടായിട്ടും ഒരാൾ പോലും പുറകോട്ട് പോയില്ല. ഇത്രയും പോരാട്ടമുണ്ടായിട്ടും, ഇത്രയും ഞെരുക്കമുണ്ടായിട്ടും ആരും തകർന്നു പോയില്ലെന്നേ. അത്രയും പ്രതിസന്ധിക്കകത്തും സഭയെ പിടിച്ചു നിർത്തുന്ന ജയം 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 ജയം. കേട്ടോ 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 കേട്ടോ. ബഹു കഷ്ടം, ബഹു കഷ്ടം, എണ്ണിയാൽ തീരാത്ത കഷ്ടം. ഈ പുസ്തകത്തിൽ മറ്റൊരു വാക്യമുണ്ട്, അവരുടെ വിശ്വാസം, കമോൺ, ആരും മിണ്ടിയില്ല. അവരുടെ വിശ്വാസം, സ്വർഗത്തിൽ വലിയ നിശബ്ദതയുണ്ടായി. അവരുടെ വിശ്വാസം, എനിക്കൊരു സമയം തന്നിട്ടുണ്ട് ഇവർ, ആ സമയത്തൊന്നും യോഗം തരത്തില്ല, നിങ്ങളോട്ട് പറയത്തില്ല, ഞാൻ നിങ്ങളോട്ട് വിടത്തുമില്ല, രക്തം ചെയ്യും. അവരുടെ വിശ്വാസം, കമോൺ, അവരുടെ വിശ്വാസം, വീട്ടിൽ പോയിട്ട് വെള്ള പേപ്പർ എടുത്തിട്ട് 5 പ്രാവശ്യം എംബോസ് എഴുതിക്കോണം, പ്രസിദ്ധമായി. കേട്ടിട്ടുണ്ടോ വാക്യം? അവരുടെ വിശ്വാസം അഖായയിലും മഖദോനിയയിലും എല്ലായിടത്തും. എന്താ ഈ പ്രസിദ്ധമായി എന്ന് പറഞ്ഞ വാക്കെന്താ? പ്രസിദ്ധമായി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? പ്രസിദ്ധമായി. കമോൺ, വേഗത്തിൽ പറ. പ്രസിദ്ധമായി. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പാർക്ക് 4 ഉണ്ടോ? എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പാർക്ക് 4 ഉണ്ടോ? എറണാകുളംകാർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വാക്ക് പറയാം, നാട്ടിലെങ്ങും പാട്ടായി. ഇത് കേട്ടിട്ടുണ്ടോ? നാട്ടിലെങ്ങും പാട്ടായി. പ്രസിദ്ധ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞു നവാസ് അല്ലേ? എല്ലാവരും അറിഞ്ഞു, നാട്ടുകാരും ബന്ധുക്കളും ചാർച്ചക്കാരും എല്ലാവരും അറിഞ്ഞു. എന്തറിഞ്ഞു? അവരുടെ വിശ്വാസം അറിഞ്ഞു. ആരുടെ വിശ്വാസം അറിഞ്ഞു? തെസ്സലോനിക്ക സഭയുടെ വിശ്വാസം എല്ലാവരും അറിഞ്ഞു, എല്ലായിടത്തും പ്രസിദ്ധമായി. ഓഹോ മൈ ഗോഡ്. നമ്മുടെ കുറുവാക്യത്തിൽ, നമ്മുടെ മുഖവരയിൽ പറഞ്ഞ ബഹു കഷ്ടം സഹിക്കുന്നവരുടെ വിശ്വാസം പ്രസിദ്ധമായി. വീടില്ല, അച്ഛൻ്റെ വീട് പോയി, സ്ഥലം പോയി, ഒട്ടകം പോയി, വഴിയാധാരമായി പോയി. ഇത്രയും കഷ്ടതയ്ക്കകത്ത് നടക്കുന്ന സഭയുടെ വിശ്വാസം പ്രസിദ്ധമായി. എൻ്റെ ചോദ്യം, പ്രസിദ്ധമാകേണ്ടത് വിശ്വാസമാണോ അതോ കഷ്ടതയാണോ? പ്രസിദ്ധമാകേണ്ടത് വിശ്വാസം അല്ല അച്ഛാ, പ്രസിദ്ധമാകേണ്ടത് കഷ്ടതയാ. നാട്ടുകാരൊക്കെ പറയണം, അവർക്ക് പണ്ട് വീടുണ്ടായിരുന്നു, ഇപ്പം വീടില്ല. പണ്ട് അവർക്ക് സമ്പത്തുണ്ടായിരുന്നു, ഇപ്പം തകർന്നു പോയി. നാട്ടുകാരും ബന്ധുക്കളും ചർച്ചക്കാരും ഒരുമിച്ച് പറയേണ്ടത് വിശ്വാസമൊന്നുമല്ല, അവരുടെ കഷ്ടതയാണ്. പക്ഷെ ബൈബിളിൽ കുറിച്ച വാക്ക് കേട്ടോ, നാട്ടിലെല്ലാം പ്രസിദ്ധമായത് അവരുടെ തകർച്ചയല്ല, അവരുടെ വിശ്വാസമാണ്. ഒരു ദൂത് ഈ പകൽ പറയാം, നാം തകർന്നത് ലോകമറിയാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. ആ ദൂതിനാമയം പറയാൻ പറ്റുമെങ്കിൽ ഈ പകൽ നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞു. നമ്മുടെ കുടുംബം തകർന്നത്, നമ്മൾ ഞെരുക്ക സഹിച്ചത്, നമ്മൾ വേദനയ്ക്കകത്തൂടെ നടന്നു പോയത് ഒരാൾ പോലും അറിയാൻ എൻ്റെ അപ്പൻ അനുവദിക്കത്തില്ല. ഓ ജയം 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 ജയം. നിങ്ങളുടെ ഞെരുക്കത്തെ, നമ്മുടെ കഷ്ടതകളെ, നമ്മുടെ ഇല്ലായ്മകളെ, നമ്മുടെ ഞെരുക്കത്തെ അവൻ പ്രസിദ്ധമാക്കാൻ അനുവദിക്കത്തില്ല. ആമേൻ ആമേൻ. ഞാൻ മുഖവരകൾക്കെല്ലാം വിരാമം കുറിക്കുന്നു. ഇത്രയും ക്വാളിറ്റിയുള്ള ഭയങ്കര
ബലമുള്ള സഭയാണ് തെസ്സലോനിക്കയിലെ സഭ. അവരോട് കർത്താവിൻ്റെ പുനരാഗമനമെന്ന വലിയൊരു വിഷയത്തെ താൻ പഠിപ്പിക്കുകയാണ്. 1, 2, 3 അധ്യായത്തിനകത്താണ് യേശുവിൻ്റെ വരവെന്ന വിഷയത്തെ താൻ പഠിപ്പിച്ചത്. 1, 2, 3 അധ്യായത്തിനകത്ത് പൗലോസ് പറയുന്നു യേശുവിൻ്റെ വരവാണ്, ലക്ഷണമുണ്ട്, അഭിപ്രായമുണ്ട്, വചനത്തിൻ്റെ വെളിപ്പാടുകളുണ്ട്. ഈ 3 അധ്യായത്തിൽ യേശു വരുമെന്ന് പഠിപ്പിച്ച പൗലോസ് 4-ാം അധ്യായത്തിൽ യേശുവിൻ്റെ വരവല്ല പഠിപ്പിക്കുന്നത്. ദൈവസഭ പറയുന്നു യേശു വരും. ദൈവസഭയോട് പറയുന്നു, പ്രിയരെ, യേശു വരുമ്പോൾ എങ്ങനെ എടുക്കപ്പെടാൻ കഴിയും? അതിന് 4-ാം അധ്യായത്തിൽ താൻ പറയുന്നൊരു വാക്കാണ്, യേശുവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, സഭ വിശുദ്ധരാകണം. വിശുദ്ധരാകണം. നിങ്ങൾ 4-ാം അധ്യായത്തിൽ വായിച്ചാൽ 1, 2 വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പതിയും. 1, നമ്മുടെ നടപ്പിനെ ക്രമപ്പെടുത്തുക, ദുർമാർഗങ്ങളെ വിട്ട് തിരിയുക, ചുരുക്കി പറഞ്ഞാൽ സഭ വിശുദ്ധരാകുക. 4-ാം അധ്യായത്തിൽ വിശുദ്ധി എന്ന ടോപ്പിക്ക് പറയുന്ന പൗലോസ് ഇനി 5-ാം അധ്യായത്തിലേക്ക് പോകുന്നു. 5-ാം അധ്യായത്തിലാണ് കുറുവാക്യം നിൽക്കുന്നത്. 5-ാം അധ്യായത്തിൻ്റെ വിഷയം പ്രബോധനമാണ്. ഒരു ടോപ്പിക്ക് ബേസ് പഠനമല്ല 5-ാം അധ്യായം. 5-ാം അധ്യായം സഭയെ പ്രബോധിപ്പിക്കുന്ന പൗലോസാണ്. ആ പ്രബോധനം തുടങ്ങുന്നത് 12-ാം വാക്യം മുതലാണ്. പൗലോസ് സഭയെ പ്രബോധിപ്പിക്കുന്നത് 12-ാം വാക്യം തുടങ്ങുന്ന ഇങ്ങനെയാണ്: സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവ് നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. ഒറ്റ വാക്കി പറഞ്ഞാൽ ദൈവസഭയോട് പരിശുദ്ധാത്മ പറയുന്നു, ദൈവദാസന്മാരെ ബഹുമാനിക്കണം, അവരെ നിങ്ങൾ കെയർ ചെയ്യണം, അവരോട് വഴക്കുണ്ടാക്കരുത്, പിണങ്ങരുത്, അവരോട് സ്നേഹത്തോടെ ബിഹേവ് ചെയ്യണം. സഭയെ നിങ്ങളോട് പറയുന്നു, ദോഷത്തിന് പകരം ദോഷം ചെയ്യരുത്, തിന്മകൾക്ക് പകരം തിന്മകൾ ചെയ്യരുത്, ശഹാരത്തിന് പകരം ശഹാരം ചെയ്യരുത്. പകരത്തിന് പകരം ചെയ്യാൻ സഭയ്ക്ക് അനുവാദം ഇല്ല. സഭയ്ക്ക് 3 ഡ്യൂട്ടിയുണ്ട്, 3 ഉത്തരവാദിത്തങ്ങളുണ്ട്. 1, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം, ബലഹീനരെ താങ്ങണം. ഇന്ന് പകൽ തിരുവല്ല സഭ ചെവി തുറന്ന് കേട്ടോണം. തകർന്നവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ആരോഗ്യപരമായി മാനസികപരമായി ക്ഷീണമുള്ളവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ തള്ളിക്കളയരുത്, അവരെ ചേർത്ത് പിടിച്ചോണം. ആത്മാവിനെ കെടുത്തരുത്, പ്രവചനങ്ങളെ തുച്ഛീകരിക്കരുത്. എപ്പോഴും സ്തോത്രം പറയണം, എപ്പോഴും പ്രാർത്ഥിക്കണം, എല്ലാ കാര്യം ദൈവത്തോട് അപേക്ഷിക്കണം. ഇതത്രേ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. ഇനി കേട്ടോണം. ഇങ്ങനെ പ്രബോധിപ്പിച്ചു വന്ന പൗലോസ് വേഗം പ്രബോധനത്തിൻ്റെ ഒരു റൂട്ട് വിട്ടു. ഇനി 23-ാം വാക്യത്തിൽ താൻ്റെ ദൂത് പറയാൻ പോവാ. ഇത്രയും നേരം പ്രബോധനമായിരുന്നു പൗലോസിൻ്റെത്. പക്ഷെ 23-ാം വാക്യമായപ്പോൾ താൻ പ്രബോധനമല്ല, 23-ാം വാക്യത്തിൽ താൻ്റെ ദൂത് പറയുന്നു. ആ ദൂത് തുടങ്ങുന്ന ഇങ്ങനെയാണ്: സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. സമാധാനത്തിന് ദൈവം, ദൈവത്തിൻ്റെ വർണ്ണനയാണ്. നമ്മുടെ ദൈവമോ സമാധാനത്തിന് ദൈവം, സർവശക്തൻ, സർവവ്യാപി എന്നൊക്കെ പറയുന്ന പോലെ പൗലോസിൻ്റെ ഭാഷയിൽ ദൈവത്തെ ഒന്ന് വർണ്ണിച്ചു. വർണ്ണന ഇങ്ങനെയാണ്: നമ്മുടെ ദൈവമോ സമാധാനത്തിന് ദൈവം. ഈ ദൈവം നമ്മളെ മുഴുവനും ശുദ്ധീകരിക്കും. ദൈവം നമ്മളെ കേട്ടില്ല, ദൈവം നമ്മളെ മുഴുവനും ദൈവം നമ്മളെ മുഴുവൻ ശുദ്ധീകരിക്കും. അപ്പൊ ചോദ്യം, പൗലോസേ, ഭക്തനെ, ദേവദാസനെ, എന്താണ് മുഴുവൻ? താങ്കൾ പറഞ്ഞില്ലേ ഞങ്ങളെ മുഴുവനായി ശുദ്ധീകരിക്കാന്ന്. ഞങ്ങൾക്ക് ചോദ്യമുണ്ട് പൗലോസേ, എന്താണ് മുഴുവൻ? താങ്കൾ എന്താ ഉദ്ദേശിക്കുന്ന മുഴുവൻ എന്ന വാക്കുകൊണ്ട്? അങ്ങനെ ചോദിച്ചാൽ പൗലോസ് ഉത്തരം പറയാൻ പോവാണ് അടുത്ത പദത്തിൽ. എന്താണ് മുഴുവൻ എന്ന് ചോദിച്ചാൽ പൗലോസിന് ഉത്തരം കിടക്കുന്ന അടുത്ത പദമാണ് നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. അപ്പൊ എന്താണ് മുഴുവൻ എന്ന വാക്കിനകത്ത് താൻ അടക്കി വെച്ചത് 3 ആശയങ്ങളെയാണ്, 3 ദൂതുകളെയാണ്. എവിടെയാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്? ആത്മാവിലും പ്രാണനിലും ദേഹത്തിലും. അപ്പൊ ചോദിക്കാം, പൗലോസേ, എന്തിനു വേണ്ടി വിശുദ്ധമാകണം? ഞങ്ങളുടെ ആത്മാവും ഞങ്ങളുടെ പ്രാണനും ഞങ്ങളുടെ ദേഹവും എന്തിനു വിശുദ്ധമാകണം? എന്തിനു വേണ്ടി വിശുദ്ധമാകണം? അങ്ങനെ ചോദിച്ചാൽ അടുത്ത പദത്തിൽ പൗലോസ് ഉത്തരം പറയുന്നുണ്ട്. അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി, ഞാൻ ഒരു പദം അവിടെ ചേർത്ത് വെക്കുകയാണ്, നാം അനന്യരായി വെളിപ്പെടണമെങ്കിൽ. കേട്ടവർക്കായി സ്തോത്രം. ഒന്നുകൂടെ വാക്ക് പറയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ. ഒറ്റവാക്കി പറഞ്ഞ ആ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ അവന്റെ കൂടെ പറക്കണമെങ്കിൽ, മണവാട്ടി സംഘത്തിൽ അംഗമായി തീരണമെങ്കിൽ, കൈവിടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവും നമ്മുടെ പ്രാണനും നമ്മുടെ ദേഹവും വിശുദ്ധീകരിക്കപ്പെടണം. എന്തിനു വേണ്ടി വിശുദ്ധമാകണം? കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ വിശുദ്ധമാകണം.
എവിടെ വിശുദ്ധമാകണം? ആത്മാവും പ്രാണനും. ഈ 3 ഭാഗത്ത് രൂപാന്തരം ഉണ്ടാകണം. ഈ 3 ഭാഗത്ത് നീതീകരണം ഉണ്ടാകണം. ഈ 3 ഭാഗം വിശുദ്ധീകരിക്കപ്പെടണം. എൻ്റെ പ്രത്യാശ പറഞ്ഞ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പം നമ്മുടെ ആത്മാവിൽ, നമ്മുടെ പ്രാണനിൽ, നമ്മുടെ ദേഹത്തിൽ ഒരു രൂപാന്തരം വെളിപ്പെടുവാൻ, ഒരു വിശുദ്ധി വെളിപ്പെടുവാൻ, ഒരു നീതീകരണം വെളിപ്പെടുവാൻ അകത്ത് കൊതിയുള്ള ദൈവമക്കൾക്കായി ഈ പകൽ ഞാൻ സ്തോത്രം പറയുക. നമ്മുടെ ആത്മാവിൽ, നമ്മുടെ പ്രാണനിൽ, നമ്മുടെ ദേഹത്തിൽ ഒരു വലിയ രൂപാന്തരം വ്യാപരിക്കട്ടെ. അടുത്ത വാക്യം സഭ കാണാതെ പറയും. നിങ്ങളെ വിളിക്കുന്നവൻ പോരട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. പറഞ്ഞവർക്കായി സ്തോത്രം, പറയാത്തവർക്കായി സ്തോത്രം, നോക്കി പറഞ്ഞവർക്കായി സ്തോത്രം, നോക്കാതെ പറഞ്ഞവർക്കായി സ്തോത്രം, എന്നെ അന്തം വിട്ട് നോക്കുന്നവർക്കായി സ്തോത്രം. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. അവൻ അത് നിവർത്തിക്കും. അത് ഒന്നുകൂടെ, അവൻ അത് നിവർത്തിക്കും. അവൻ അത് നിവർത്തിക്കും. അവൻ അത് നിവർത്തിക്കും. അവൻ അത് നിവർത്തിക്കും. അവൻ ഏത് നിവർത്തിക്കും? അവൻ അത് നിവർത്തിക്കും. അവൻ ഏത് നിവർത്തിക്കും? മെടുത്ത കാര്യല്ലേ? ആത്മാവിലും പ്രാണനിലും ദേഹത്തിലും കർത്താവ് മാറ്റം വരുത്തും. ഇവിടുത്തെ ഡോക്ടർക്കോ ടീച്ചർക്കോ കൗൺസിലർക്കോ പ്രൊഫറ്റിനോ ഹീലിംഗ് മിനിസ്റ്റർക്കോ നമ്മുടെ ഈ 3 ഭാഗത്തും മാറ്റം വരുത്താൻ കഴിയാതിരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ ആത്മാവിനെ, നമ്മുടെ പ്രാണനെ, നമ്മുടെ ദേഹത്തെ വിടുവിക്കാൻ കഴിയുന്ന, സൗഖ്യമാക്കാൻ കഴിയുന്ന, രൂപാന്തരം വരുത്താൻ കഴിയുന്ന ഒരു സർവശക്തൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യത്തെ അറിയുന്നവർ നന്ദിയോടെ എന്റെ കർത്താവിന് സ്തോത്രം പറഞ്ഞു. ഈ 7 പകൽ ആത്മാവിൽ, പ്രാണനിൽ, ദേഹത്തിൽ ഒരു വലിയ വിടുതൽ വ്യാപരിക്കപ്പെടുക, ഒരു സൗഖ്യം വ്യാപരിക്കുകയാണ്, ഒരു രൂപാന്തരം വ്യാപരിക്കുകയാണ്. ഒരു രൂപാന്തരം വ്യാപരിക്കട്ടെ, നീതീകരിക്കപ്പെടട്ടെ, ശുദ്ധീകരിക്കപ്പെടട്ടെ. ഓ ജയം 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 ജയ. ആത്മാവിൽ, പ്രാണനിൽ, ദേഹത്തിൽ വിടുതൽ, സൗഖ്യം വ്യാപരിക്കട്ടെ, ഒരു വലിയ രൂപാന്തരം വ്യാപരിക്കട്ടെ, വലിയ വിടുതൽ വ്യാപരിക്കട്ടെ. Oh, Shabiyan, Harbiyan, Harthalaya, Halkariya, Hasmanaya. Jayam, Jayam. Amen. നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക്, താൻ കുറിച്ച് ചെയ്യുന്ന മെഡിസിനുകൾക്ക് നമ്മുടെ ദേഹത്തിൽ ഒരു പരിധി വരെ മാറ്റം വരുത്താം. നിങ്ങൾ ഏത് രോഗത്താൽ, ഏത് ഭാരത്താൽ ഡോക്ടറെ പോയി കണ്ട് താൻ കുറിച്ചിരുന്ന മെഡിസിനുകൾക്ക് നമ്മുടെ രോഗത്തെ ഒരു പരിധി വരെ മാറ്റം വരുത്താം. നിങ്ങൾ ഭാരം ചുമന്ന് കൊണ്ടുപോയി ഒരു കൗൺസിലറെ വിസിറ്റ് ചെയ്താൽ തൻ്റെ കൗൺസിലിംഗ് രീതികൾ കൊണ്ട് നമ്മുടെ ദേഹിൽ ഒരു പരിധി വരെ മാറ്റം വരുത്താം. പൂർണ്ണമല്ല, പക്ഷെ പൂർണ്ണമായി വിടുവിക്കാൻ കരുതി ഒരാളെ ഉള്ളച്ചാ, അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. എനിക്കുറപ്പുണ്ട്, ഇന്ന് പകൽ നമ്മുടെ ദേഹത്തിൽ, നമ്മുടെ ആത്മാവിൽ ഒരു ഭയങ്കര വിടുതൽ സ്വർഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 7 പകൽ മടങ്ങി പോകുമ്പോൾ നമ്മുടെ ദേഹത്തിൽ വിടുതൽ ഉണ്ടാകുകയാണ്. നമ്മുടെ ആത്മാവിൽ, നമ്മുടെ പ്രാണന് വലിയ രൂപാന്തരം. ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ആരൊക്കെയോ വിടുവിക്കപ്പെടുകയാണ്, ആരൊക്കെയോ സൗഖ്യമാകുകയാണ്, ആരൊക്കെയോ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിടുവിക്കുന്ന, സൗഖ്യമാക്കുന്ന, രൂപാന്തരം വരുത്തുന്ന ഒരു സർവശക്തൻ. Glory, 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 glory. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Amen. Amen. അപ്പോൾ എവിടെയൊക്കെയാണ് വിശുദ്ധി ഉണ്ടാകേണ്ടത്? Come on. എവിടെയൊക്കെയാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്? ആത്മാവിൽ, പ്രാണനിൽ, ദേഹത്തിൽ. വിശുദ്ധിയുടെ ഭയങ്കര അടിസ്ഥാനപരമായ വാക്യമായി കേട്ടോ അത്. എവിടെയാണ് വിശുദ്ധി ഉണ്ടാകേണ്ടത്? ആരും മിണ്ടിയില്ല. ആത്മാവിൽ, പ്രാണനിൽ. നമ്മൾ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ടു പോയൊരു ഒരു ആശയമാണ് വിശുദ്ധി. ഞാൻ വിടുക, എൻ്റെ പ്രസംഗം വിശുദ്ധി അല്ല. നമ്മൾ ഈ 3 വാക്കിനെയാണ് ഈ പകൽ ധ്യാനിക്കാൻ പോകുന്നത്. ആത്മാവ്, പ്രാണൻ, ദേഹം. ആത്മാവ്, പ്രാണൻ. ഈ ആത്മാവ്, പ്രാണൻ, ദേഹം എന്നത് ബിബ്ലിക്കൽ ലാംഗ്വേജാണ്, ബൈബിളിൻ്റെ ഭാഷയാണ്. ആത്മാവ്, പ്രാണൻ ബൈബിളിൻ്റെ ഭാഷയാണ്. പക്ഷേ ബൈബിൾ ഇതിന് സെക്കൻഡറിയായി ഒരു വേർഡ് പറയുന്നുണ്ട്. അത് ദേഹം, ദേഹി, ആത്മാവെന്നാണ്. ദേഹം, ദേഹി, ആത്മാവ് എന്നുള്ള വാക്ക് ബിബ്ലിക്കൽ ലാംഗ്വേജ് അല്ല, ബൈബിളിൻ്റെ ഭാഷയല്ല. ബൈബിളിൻ്റെ ഭാഷ ആത്മാവ്, പ്രാണൻ,
ദേഹമെന്നാണ്. പക്ഷെ ഇച്ചിലൂടെ ലളിതമായി പറയുന്ന വേർഡാണ് ദേഹം, ദേഹി. ബൈബിളിൽ 1-2 സ്ഥലങ്ങളിൽ ദേഹം, ദേഹി, ആത്മാവ് എന്ന് തന്നെ കിടപ്പുണ്ട്. ഓക്കെ, നമ്മൾ ഈ 3 പദത്തെയാണ് ധ്യാനിക്കാൻ പോകുന്നത്. ദേഹം, ഓക്കെ, നിങ്ങൾക്ക് പറയാൻ എളുപ്പം ആത്മാവ്, പ്രാണൻ, ദേഹമാണ്, ദേഹം ദേഹിയാണ്. അങ്ങനെ അങ്ങ് പറയാം. ഓട്ടെ, നിങ്ങളുടെ വാക്കിനനുസരിച്ച് ദൂതുവാണ്. ഓക്കെ, അങ്ങനെ അങ്ങ് പറയാം. ദേഹം, ദേഹി, ഈ 3 കാര്യത്തെ പറയാണ്. എന്താണ് ദേഹം, എന്താണ് ദേഹി, എന്താണ് ആത്മാവ്, ഇത്ര ഓടിച്ച് പറയാം. എന്താണ് ദേഹം? ദേഹം, മനുഷ്യന് 3 ഭാഗമുണ്ട്. ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ദൃശ്യമായത് ദേഹത്തെയാണ്, അദൃശ്യമായത് ദേഹിയും ആത്മാവുമാണ്. ദേഹിയുണ്ടെന്നും ആത്മാവുണ്ടെന്നും അറിഞ്ഞത് പ്രവർത്തനങ്ങളാലാണ്. ഓക്കെ, വിടുക. എന്താണ് ദേഹം? ദേഹമാണ് ഈ പുറമേ കാണുന്നത്. ഇതാണ് ദേഹം. ഇതിൻ്റെ പ്രത്യേകത, ദേഹത്തിന് 1, 2, 3, 4 പ്രത്യേകതയുണ്ട്. ദേഹത്തിൻ്റെ പ്രത്യേകത, ഇതിന് തൊട്ടാൽ തിരിച്ചറിയും, സ്പർശനശേഷി ഉണ്ടാകും. 2, ഇതിന് മുറിഞ്ഞാൽ വേദന എടുക്കും, ഇത് ബ്ലഡ് വരും. പിന്നെ 3, ഇതിന് സമയത്ത് ആഹാരം കൊടുക്കണം. ഭൂസിക്കുന്നവർക്കായി സ്തോത്രം, ഭൂസിക്കാത്തവർക്കായി സ്തോത്രം. ഇത് 21 ആണ്ട് ചോദിച്ചാൽ കേട്ടോ. സ്തോത്രം. ഭൂസിക്കുന്നവർക്കായി സ്തോത്രം, ഭൂസിക്കാത്തവർക്കായി സ്തോത്രം. ഉപസിച്ച വലിയ പ്രശ്നമുണ്ട്. ഉപസിച്ച വലിയ പ്രശ്നം നമ്മുടെ ദേഹം ടയേർഡാകും, ദേഹം ക്ഷീണിച്ചു പോകും, ഇത് ഉണങ്ങിപ്പോകും. ഈ ദേഹം നിലനിൽക്കുന്നത് ഫുഡിനാലും വെള്ളത്താലും മെഡിസിനുകളാലുമാണ്. ഞാൻ നിങ്ങളോട് വളരെ ഗൗരവത്തിൽ പറയാം, ഒരു ഏജ് കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ഇരിക്കരുത്. എന്നെ വെറുതെ വിട്ടേക്കണം, ഉടക്കുണ്ടാക്കരുത്. ഒരു ഏജ് കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് നമുക്ക് ഫാസ്റ്റിംഗ് ഇരിക്കേണ്ട ഒരു ഏജ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫാസ്റ്റിംഗ് ഇരുന്നാൽ ഈ ദേഹം റിയാക്ട് ചെയ്യും. BP ഹൈ ആവും, BP ഡൗൺ ആവും, ഷുഗർ ഡൗൺ ആവും. ഈ ദേഹത്തിന് വെള്ളം വേണം, മെഡിസിൻ വേണം. ഞാൻ നിങ്ങളോട് വളരെ ഗൗരവത്തിൽ പറയാം, നമ്മൾ നമ്മുടെ ദേഹത്തെ നന്നായി സൂക്ഷിച്ചോണം. ആരും മിണ്ടിയില്ല. നമ്മുടെ ജീവിത ശൈലികൾ കൊണ്ട് നമ്മൾ നമ്മുടെ ദേഹത്തെ രോഗത്തിന് അടിമകളാക്കി തീർക്കരുത്. കാരണം നമ്മുടെ ദേഹം ആത്മാവിൻ്റെ മന്ദിരമായതുകൊണ്ട്. ഓക്കെ, ഇതാണ് ദേഹം. ഇതിന് ക്ഷയമുണ്ടാകും, ഇതിന് വാട്ടമുണ്ടാകും, ഇതിന് സമയത്ത് ഫുഡ് കൊടുക്കണം, വെള്ളം കൊടുക്കണം, മെഡിസിൻ കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് റിയാക്ട് ചെയ്യും. അതാണ് ഈ ദേഹം ക്ഷീണമുണ്ടാകുന്ന, വാട്ടമുണ്ടാകുന്ന, ടയേർഡായി പോകുന്ന ഒരു ഭാഗമാണ് ദേഹം. ബൈബിൾ എന്താ ദേഹത്തെപ്പറ്റി പറഞ്ഞത്? ബൈബിളിൻ്റെ വാക്ക്, ഇത് മൺകൂടാരമാണ്, ഇത് ഭൗമ ഭവനമാണ്, ഇത് കൈപ്പണിയ ഒരു ആലയമാണ്. ഇയ്യോബേ അച്ഛാ, നിങ്ങളുടെ വെളിപ്പാടിൽ എന്താണ് ദേഹം? ഇയ്യോബിൻ്റെ വാക്കിൽ പറയും, ഇത് ക്ഷയിച്ചു പോകുന്നൊരു സാധനമാണ് ദേഹം. ഇയ്യോബിൻ്റെ വാക്കാണ്, എൻ്റെ ദേഹം ക്ഷയിച്ചാലും എന്ന വാക്ക് ഇയ്യോബിൻ്റെ വാക്കാണ്. ഇയ്യോബ് പറയുന്ന വാക്കാണ്, ഇത് ക്ഷയിക്കാൻ സാധ്യതയുള്ള ക്ഷയിക്കുന്നൊരു സാധനമാണ്. ഇയ്യോബേ, എന്താണ് ഭക്തനെ ദേഹം? ഇയ്യോബിൻ്റെ വാക്ക് പറയും, ഇത് പൊടിയാണ്, ഇത് പൊടിയാണ്. ഇയ്യോബിൻ്റെ വാക്കാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ പൊടിമേ നിൽക്കുന്നു എന്ന വാക്ക് ഇയ്യോബിൻ്റെ വാക്കാണ്. ഇത് പൊടിയാണ്. പൗലോസേ, നിങ്ങളുടെ വെളിപ്പാടിൽ എന്താണ് ദേഹം? പൗലോസ് പറയും, ഇത് ചപ്പാണ്, ചവറാണ്, ഇത് അഴിഞ്ഞു പോകുന്ന വസ്തുവാണ്, ഇത് മൺപാത്രമാണ്, ഇത് തുരുത്തിയാണ്. അതാണ് ദേഹം. ഇത് ക്ഷയമുണ്ടാകുന്ന, വട്ടമുണ്ടാകുന്ന, മാലിന്യമുണ്ടാകുന്ന ഒരു ഭാഗമാണ് ദേഹം. നിങ്ങൾ അറിയേണ്ട ഗൗരവമുള്ള ദൂത് പറയാം. വേദപുസ്തകത്തിൽ ദേഹത്തിന് പ്രാധാന്യമില്ല. ആരും മിണ്ടിയില്ല. വേദപുസ്തകത്തിൽ അല്ല, ക്രിസ്തീയ ജീവിതത്തിൽ ദേഹത്തിന് പ്രാധാന്യമില്ല, ദേഹിക്ക് പ്രാധാന്യമില്ല. ഇവിടെ പ്രാധാന്യം ആത്മാവിന് മാത്രമേ ഉള്ളൂ. ബൈബിൾ പ്രൊമോട്ട് ചെയ്യുന്നത് ദേഹത്തെ അല്ല, ദേഹിയെ അല്ല, ആത്മാവിനെയാണ്. കേട്ടോ, നന്നായി ഫുഡ് കഴിച്ചാൽ, സമയത്ത് നിങ്ങൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയാൽ, വെള്ളത്താലും മെഡിസിനുകളാലും നമ്മൾ ദേഹത്തെ നന്നായി കെയർ ചെയ്താൽ, നിങ്ങൾ കേട്ടോണം, നന്നായി ഇരിക്കുന്നൊരു സാധനമാണ് ദേഹം. ഈ ദേഹം ബലം പ്രാപിക്കാൻ ഫുഡ് വേണം, സമയത്ത് ഫുഡ് കൊടുക്കുക, വെള്ളം കൊടുക്കുക, മെഡിസിൻ കൊടുക്കുക. ഇങ്ങനെ ദേഹത്തെ ട്രീറ്റ് ചെയ്താൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ദേഹം ബലപ്പെട്ടു വരും. ദേഹം ബലം പ്രാപിക്കാൻ നമ്മൾ ഫുഡ് കഴിക്കണം. നമ്മൾ ഒത്തിരി അറിവിനെ സമ്പാദിച്ചാൽ, വായനകൾ കൊണ്ട്, കേൾവികൾ കൊണ്ട്, പഠനങ്ങൾ കൊണ്ട് നമ്മൾ നോളജ് സമ്പാദിച്ചാൽ, അറിവിനെ സമ്പാദിച്ചാൽ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ദേഹി ബലപ്പെട്ടു വരും. ഒന്നുകൂടെ പറയാം, ഫുഡ് കഴിച്ചാൽ ദേഹം ബലപ്പെടും, അറിവിനെ സമ്പാദിച്ചാൽ, നോളജ് സമ്പാദിച്ചാൽ നമ്മുടെ ദേഹി ബലപ്പെട്ടു വരും. പ്രാർത്ഥന മുറിക്കകത്ത് കർത്താവുമായും വേദപുസ്തകവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് ബലപ്പെട്ടു വരും. ഇത് സഭയുടെ തീരുമാനം. ഞാൻ നിങ്ങളെ നിർബന്ധിക്കത്തില്ലെന്നേ. എൻ്റെ ഒരു പ്രത്യാശ പറയാം, 2025 ഈ ദേഹത്ത് വലിയ ബലമൊന്നും വേണ്ടെന്ന്. ഇത് ക്ഷീണിച്ചു പോകട്ടെ, ഇത് ഉണങ്ങിപ്പോകട്ടെ. എനിക്ക് വലിയ ജ്ഞാനമോ വലിയ അറിവോ വലിയ വിവേകമൊന്നും വേണ്ടെന്ന്. പക്ഷെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടു വരുവാൻ, അകത്ത് ദാഹമുള്ളവർക്കായി ഈ പകഞ്ഞ സ്തോത്രം പറയുക. ദേഹം ഉടയട്ടെ, ദേഹി ഉടയട്ടെ. അകത്തെ മനുഷ്യൻ പ്രാർത്ഥനയോടെ, ആരാധനയോടെ, ദൈവകൃപയോടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടു. ഓഹോ, ജയം ജയം. ദേഹം ഉടയട്ടെ, ദേഹി ഉടയട്ടെ. ആത്മാവ് ശക്തിയോടെ, ആത്മാവ് ഇരട്ടി കൃപയോടെ, ഇരട്ടി ശക്തിയോടെ ബലപ്പെടട്ടെ.
ഓഹോ, ജയം ജയം ജയം. 2025 പറ്റിയ 1-2 പ്രശ്നങ്ങൾക്കകത്ത് ഞാനും പ്രതിക്കൂട്ടി നീ കയറുന്നു പറയാൻ പ്രിയരെ. എന്താ കുഴപ്പം? നമ്മുടെ ദേഹത്തിൽ ഒരു കുഴപ്പമില്ല. ഭയങ്കര ബലവും ഭയങ്കര പുഷ്ടിയും ഭയങ്കര ആരോഗ്യവും ഭയങ്കര സൗന്ദര്യവും ആമേൻ. ദേഹത്തിൽ ഒരു പ്രശ്നം നമുക്കില്ലെന്നേ. നമ്മുടെ ദേഹിക്കകത്ത് ഭയങ്കര അറിവും ഭയങ്കര ജ്ഞാനവും ഭയങ്കര വിവേകവും. സത്യം പറ, നമ്മുടെ ആത്മമനുഷ്യൻ, അകത്തെ മനുഷ്യൻ വരണ്ടു പോയി എന്നൊരു യാഥാർത്ഥ്യമല്ലേ? എൻ്റെ പ്രത്യാശയിൽ, എൻ്റെ ആഗ്രഹത്തിൽ പറയുന്നു, 25 ദേഹം ഉടയട്ടെ. ഇത് ക്ഷയിച്ചു പോകട്ടെ. രക്തം ജയം. എഫെസോസിൽ കാലുകുത്തിയപ്പോൾ, കൊരിന്തിയെ കാലുകുത്തിയപ്പോൾ, കേൾക്ക്, പൈശാചിക ശക്തി എവിടൊക്കെ അടക്കി ഭരിക്കുന്നോ അവിടൊക്കൊരു മനുഷ്യൻ കാലുകുത്തിയപ്പോൾ അവിടത്തെ പിശാചിന്റെ അടിവേരളകിയത് കാലുകുത്തിയവന്റെ ദേഹം കണ്ടിട്ടല്ല, അവന്റെ ദേഹിയെ കണ്ടിട്ടല്ല, ആത്മാവിനെ കണ്ടിട്ടാണെങ്കിൽ 7 പകൽ ദേശങ്ങളെ വിടുവിക്കാൻ, കുടുംബങ്ങളെ വിടുവിക്കാൻ, വ്യക്തികളെ വിടുവിക്കാൻ ആത്മാവിലേക്ക് അധികാരങ്ങളുടെ കൈമാറ്റ് ഈ പകൽ നടക്കുന്നുണ്ട്. ദേഹി ഉടയട്ടെ, അകത്തെ മനുഷ്യൻ ക്ഷമയോടെ എനിക്ക് ഉറപ്പുണ്ട്. ആരൊക്കെ ശക്തി പ്രാപിക്കുക, ആരൊക്കെ അകത്തെ മനുഷ്യൻ ബലപ്പെടുകയാണ്. ദേശങ്ങളെ വിടുവിക്കാൻ, കുടുംബങ്ങളെ വിടുവിക്കാൻ, പട്ടണങ്ങളെ വിടുവിക്കാൻ ഒരധികാരം ആത്മാവിലേക്ക്, ഒരധികാരം ആത്മാവിലേക്ക്, ഒരധികാരം ആത്മാവിലേക്ക്. ദേഹമുടയട്ടെ, ദേഹി ഉടയട്ടെ, ദേഹമുടയട്ടെ, ദേഹി ഉടയട്ടെ. അപ്പോസ്തലന്മാർ ശുശ്രൂഷിച്ചതും ഭക്തന്മാർ ഓടിയതും ഭക്തന്മാർ നടന്നതും ദേഹം കൊണ്ടല്ല, ദേഹി കൊണ്ടല്ല, ആത്മാവ് കൊണ്ടാണ്. ബൈബിളിനകത്തൊരു വാക്യം പറയണോ? ഒരു മനുഷ്യന്റെ പ്രഖ്യാപനം. ഒരു മനുഷ്യൻ പറഞ്ഞു കേട്ടോ, ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ലെന്ന്. ഒന്നുകൂടെ പറഞ്ഞേ, ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം. എന്താ വാക്കിനർത്ഥം? ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാണ്. എന്താ സഞ്ചരിക്കുന്നവർ? ജഡത്തിൽ ജീവിക്കുന്നവരാണ്. പൗലോസ് പറയുക, ഞങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ പോരാടുന്നത് ജഡം കൊണ്ടല്ല, പോരാടുന്നത് ആത്മാവ് കൊണ്ടാണ്. തിരുവല്ല സഭ കേട്ടോ, ജഡത്തിൽ പോരാടിയ കാലം കഴിഞ്ഞു. 2025 സഭ പോരാടേണ്ടത്, കുടുംബങ്ങൾ പോരാടേണ്ടത് ആത്മാവിൽ കൊണ്ടാണ്. ഓ ജയം. ആത്മാവിൽ പോരാടാൻ അധികാരമുള്ളവർ, ആത്മാവിൽ പടവെട്ടാൻ അധികാരമുള്ളവർ, ആത്മാവിൽ വെട്ടിക്കാരൻ ദൈവങ്ങളുള്ളവർ. ആത്മാവിൽ ബലപ്പെടട്ടെ, ശക്തിപ്പെടട്ടെ. ഒരധികാരം ആത്മാവിൽ, ഒരധികാരം ആത്മാവിൽ, ഒരധികാരം ആത്മാവിൽ. ഈ പകൽ ആത്മാവ് ബലപ്പെടുക, ആത്മാവ് ശക്തിപ്പെടുക. ഓ ജയം. സഭ കേട്ടോ, ജഡത്തിൽ ജീവിച്ചോണം, ജഡത്തിൽ നടന്നോണം, പക്ഷെ ജഡത്തിൽ പോരാടരുത്. ആരും മിണ്ടിയില്ല. ഈ വാക്കിൻ്റെ ഒരു മിസ്റ്ററി ഉണ്ട്, ഒരു വെളിപ്പാടുണ്ട്. എന്താ പഴയ നിയമം? ജഡത്തിൽ നടന്നു, ജഡത്തിൽ ജീവിച്ചു, ജഡത്തിൽ പോരാടി. എന്തു പറ്റി? തോറ്റുപോയി. കയ്യിൽ കിട്ടിയ താടിയല്ല് കൊണ്ട് കുന്ന് 2 എന്ന് അച്ഛൻ തല്ലിക്കൂട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, താടിയല്ല് താഴെ വെക്കേണ്ട താമസമുള്ളായിരുന്നു. അച്ഛനെ പിശാച് പരസ്യ കോലമാക്കി കളഞ്ഞു. കത്തി കൊണ്ടും കല്ല് കൊണ്ടും കവണ കൊണ്ടും കുന്തം കൊണ്ടും എറിഞ്ഞവരും വെട്ടിയവരും പഴയ നിയമത്തിലെ ചിത്രമാണ്. പക്ഷെ അധിക കാലമൊന്നും ജീവിക്കാൻ പിശാച് അനുവദിച്ചിട്ടില്ല. എറിഞ്ഞിട്ടവനെ പുറകെ പോയി പിശാച് കേണി വെച്ച് പിടിച്ചു. രക്തം ജയം. പഴയ നിയമത്തിൽ അത്ഭുതം ചെയ്തവരൊക്കെ അധിക കാലം വാഴാൻ പിശാച് അനുവദിച്ചിട്ടില്ല. സഭ ചെവി തുറന്നു കേട്ടോ, ജഡത്തിൽ പോരാടിയവരെ തകർത്ത പിശാച് ഇവിടെ ഉണ്ട്. ജയിക്കാൻ കൊതിയുണ്ട് കേട്ടോ. ആത്മാവിൽ പോരാടാൻ തുടങ്ങിയാൽ ഒരു ശക്തിക്ക് നമ്മളെ തൊടാൻ പറ്റത്തില്ല. ആത്മാവിൽ പോരാടുന്ന അഭിഷക്തന്മാരെ, ആത്മാവിൽ പടവെട്ടുന്ന കുടുംബങ്ങളെ, ആത്മാവിൽ പോരാടുന്ന യുവാക്കളെ തൊടാൻ ഒരു പിശാചിന് സാധ്യമല്ല. എനിക്കുറപ്പുണ്ട്, ആത്മാവിൽ പോരാടാൻ ഒരധികാരം സഭയുടെ മേൽ അവൻ കൈമാറി തുടങ്ങുകയാണ്. ദേഹമുടയട്ടെ, ദേഹിയുടയട്ടെ.
ഏഴാം പകൽ ആത്മാവിലേക്ക് അധികാരം, ആത്മാവിലേക്ക് ഇരട്ടി അധികാരം, ഇരട്ടി അധികാരം, ഇരട്ടി അധികാരം അവൻ കൈമാറി തുടങ്ങി. ചില പൈശാചിക കോട്ടകളെ വെട്ടാൻ, ചില പൈശാചിക ആധിപത്യങ്ങൾ ഇളക്കാൻ ഒരധികാരം സഭയുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ അത് പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. റബ ലബ ഹദബ ഹൽഹദയ. ദേഹം ഉടയ, ദേഹി ഉടയ, ആത്മാവ് ബലപ്പെടുകയാണ്. Jesus, 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 Jesus. Hey, hey, my God, my God, my God, my God. എൻ്റെ പ്രിയരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ, ദൈവസഭയെ, എല്ലാവരും ചെവിതുറന്ന് കേട്ടോ. ഇവിടെ ദേഹത്തിന് പ്രാധാന്യമില്ല. ആരും മിണ്ടിയില്ല. ഒരു നല്ല സ്വത്രം പറയണവന്. ഇവിടെ ദേഹത്തിന് പ്രാധാന്യമില്ല. ഇവിടെ ദേഹിക്ക് പ്രാധാന്യമില്ല. ഇവിടെ പ്രാധാന്യം ആത്മാവിനാച്ചാ. പൗലോസ് പറഞ്ഞു കേട്ടോ, നിങ്ങൾ ജഡത്തിൽ പ്രശംസിക്കുകയാണ്, ഞാനും കൂടാം. അല്ലേ? നിങ്ങൾ ജഡത്തിൽ പുകഴുകയാണെങ്കിൽ ഞാനും കൂടും. കാര്യം നിങ്ങളെക്കാൾ ആദ്യം എനിക്ക് പ്രശംസിപ്പാൻ ഉണ്ടച്ചാ. നിങ്ങൾ ജഡത്തിലെ പാരമ്പര്യം പറഞ്ഞ് പുകഴുകയാണെങ്കിൽ ഞാനും കൂടാം. കാര്യം എനിക്കും പാരമ്പര്യം ജഡത്തിലുണ്ടെന്നേ. നിങ്ങൾ ദേഹിയിലെ ജ്ഞാനമാണോ സംസാരിക്കുന്നത്? ആണേ ഞാനും കൂടാം. കാര്യം ഗമാലിയൽ എന്ന ഗുരുവിൻ്റെ കാൽക്കൽ നിന്ന് പഠിച്ച ജ്ഞാനത്താൽ എൻ്റെ ദേഹി നിറഞ്ഞിട്ടുണ്ട്. ആരാ പൗലോസ്? ജഡത്തിൽ പ്രശംസിപ്പാൻ ഉള്ളവൻ, ദേഹിയിൽ ജ്ഞാനം നിറഞ്ഞ ആള്. പക്ഷേ ഈ മനുഷ്യൻ പറഞ്ഞു കേട്ടോ, നിങ്ങളുടെ ഇടയിൽ ഞാൻ ശുശ്രൂഷിച്ചത് ക്രിസ്തുവിനെ അല്ലാതെ മറ്റാരും അറിയാത്തവനായിട്ടാണ്. രക്തം ജയം. അതിൻ്റെ അർത്ഥം ഒരാത്മീയൻ ശുശ്രൂഷിക്കേണ്ടത്, പോരാടേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, പടവെട്ടേണ്ടത് ദേഹം കൊണ്ടല്ല, ദേഹി കൊണ്ടല്ല, ആത്മാവ് കൊണ്ടാണ്. ആത്മീയ ജീവിതത്തിൽ പ്രാധാന്യം ആത്മാവിന് മാത്രമാണ്. ഓ ഹോ 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 ശബലയ ലബഡദര ഹദരഗഡഗ ജഗദബലബ ഹഡബലദന ഹഗഡജന റഹദബല ഹദരബിയ. Oh, jayam, 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 jaya. Albaba mana, hatha baba dana, hamspala ra, hatha bala, hamda manaya. Oh, 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 oh. Glory, 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 glory. Amen. ആത്മാവ് ബലപ്പെടണം. ആത്മാവിൽ നടക്കാൻ, ആത്മാവിൽ ജീവിക്കാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ കൊതിയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരോടൊന്നും പറയല്ല. നീ ആത്മാവിൽ മൂവ് ചെയ്യാൻ കൊതിക്കുന്നവരാരെങ്കിലും ഇന്ന് പകലുണ്ട്, നിങ്ങൾ കേട്ടോ, ആത്മാവിൽ നടക്കണമെങ്കിൽ ദേഹം ഉടയണം, ദേഹി ഉടയണം. ഇത് രണ്ടും എന്ന് കീഴ്പ്പെടുമോ അന്ന് നമുക്ക് ആത്മാവിൽ നടക്കാൻ കഴിയും. ഇന്ന് പകൽ പറ, അപ്പാ 2025 ഒത്തിരി ഒന്നും വേണ്ടപ്പാ, ഒത്തിരി ഒന്നും ലഭിച്ചില്ലെന്ന് സാരമില്ല അപ്പച്ചാ. 2025 എനിക്കൊന്ന് ആത്മാവിൽ നടക്കണമെന്ന്, ആത്മാവിൽ ചലിക്കണമെന്ന് ഇന്ന് പകൽ ആത്മാവിൽ നടക്കുന്ന തലമുറകൾ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. ആത്മാവിൽ നടക്കുന്ന അഭിഷേക്തന്മാർ, ആത്മാവിൽ നടക്കുന്ന മാതാപിതാക്കൾ എഴുന്നേൽക്കട്ടെ. ജയം, 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 ജയം. ദേഹം ദേഹി ഉടയട്ടെ, ദേഹം ദേഹി ഉടയട്ടെ. എനിക്കുറപ്പണ ദാഹമുള്ള ആരൊക്കെയോ ഇന്ന് പകൽ ഈ സഭയ്ക്കകത്ത് ഇരിപ്പുണ്ടെന്നേ. ആത്മാവിൽ നടക്കാൻ കൊതിയുള്ള, ആത്മാവിൽ ജീവിക്കാൻ ദാഹമുള്ള, ആത്മാവിൽ പോരാടാൻ കൃപയുള്ള, കൊതിയുള്ള ആരൊക്കെയോ ഈ യോഗത്തിനകത്ത് ഇരിപ്പുണ്ട്. അവരാ ദൂതെ പിടിച്ചിട്ടുണ്ട്. 2025 ആത്മാവിൽ നടക്കാൻ പോവുക. ജഡത്തിൽ നടന്ന കാലം കഴിഞ്ഞു, ദേഹിയിൽ നടന്ന കാലം കഴിഞ്ഞെന്ന്. തിരുവല്ല സഭ ആത്മാവിൽ നടക്കാൻ പോവാണ്. ഇവിടത്തെ മാതാപിതാക്കൾ ആത്മാവിൽ ചലിക്കാൻ പോവാണ്. Glory, 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 glory. Harbaba ma nam spatala mahakadala yabara hazatala bi hamthamanaya.
ആമേൻ, ആമേൻ. ആത്മാവിൽ നടക്കണമെങ്കിൽ ദേഹം ദേഹി ഉടയണം. ഇതിന് പിൻബലമായി പുതിയ നിയമത്തിൽ വാക്യം കിടപ്പുണ്ട്. മരണ പുനരുദ്ധാനത്തോട് ബന്ധപ്പെട്ട വാക്ക്, മരണ അടക്ക് പുനരുദ്ധാനത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വാക്ക്. വാക്യം തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം വാക്യം ഇങ്ങനെയാണ്: ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഒന്നുകൂടെ പറഞ്ഞേ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുക എന്നോ? എന്തായി പറയുന്നത്? ഗോതമ്പ് ചാകുക എന്നോ? ഇതിൻ്റെ അർത്ഥം ഈ വീഴുന്ന ഗോതമ്പിന് വളരെ സ്ട്രോങ് ആയ, വളരെ കടുപ്പമുള്ള, വളരെ തിക്കായ ഒരു പുറന്തോടുണ്ട്. ചാകുക എന്ന് പറഞ്ഞ പുറന്തോട് ചാകുന്ന കാര്യമായി പറയുന്നേ. പുറന്തോട് ചത്താൽ അകത്തുള്ള വിത്ത് കിടക്കുമെങ്കിൽ ഇന്ന് പകൽ ദേഹി മുടയാൻ തുടങ്ങിയാൽ നമുക്ക് ആത്മാവിൽ നടക്കാൻ കഴിയും, ആത്മാവിൽ ജീവിക്കാൻ കഴിയും, ആത്മാവിൽ സംസാരിക്കാൻ കഴിയുമെന്ന്. ആ ദൂരെ പിടിച്ചോ, എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് പകൽ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ നമ്മൾ ആത്മാവിൽ നടക്കാൻ പോവാണ്, ആത്മാവിൽ ജീവിക്കാൻ പോവാണ്. ജഡത്തിൽ നടന്ന കാലം കഴിഞ്ഞെന്ന്. ഞാൻ അത്ര പറഞ്ഞ അവിടെ നടത്താൻ പോവാ. ബൈബിളിൽ ദേഹത്തിന് പ്രാധാന്യം ഇല്ലെന്ന് പറഞ്ഞ് നടത്താൻ പോവാ. ബൈബിളിൽ ദേഹിക്ക് പ്രാധാന്യമില്ല. ഓക്കെ, ഏതായാലും പറഞ്ഞതല്ലേ, ഒന്നുകൂടെ തിരിച്ചു പറയാം അല്ലേ. 2025 ഒത്തിരി അപകടം പറ്റി. അതിനകത്തൊരു അപകടം, ഇവിടെ ദേഹത്തിന് പ്രാധാന്യം ഉണ്ടെന്നൊരു അപകടം ഉണ്ടായി. ആരും മിണ്ടിയില്ല. 2025 ഇവിടെ ദേഹിക്ക് പ്രാധാന്യം ഉണ്ടായെന്നേ. കൃപ. അതുകൊണ്ട് എന്ത് പറ്റുന്നറിയാമോ? ആത്മാവ് ചലിക്കുന്നില്ല ഇവിടെ, ആത്മാവിൽ നടക്കുന്നവരില്ലെന്നേ. ഒരു സ്തോത്രം പറയണം. ദേഹമുടയുക, ദേഹത്തെ വിടാം. ബൈബിളിൽ ദേഹത്തിന് പ്രാധാന്യം ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നടത്താൻ പോകുന്നു. ബാക്കി ദേഹിയെപ്പറ്റി പറയാം. എന്താണ് ദേഹി? എന്താണ് ദേഹി? എന്താണ് ദേഹി? മനുഷ്യൻ്റെ വിചാരവികാരങ്ങളുടെ ഇരിപ്പിടമാണ് ദേഹി. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ പാസ്റ്റേ? കുഴപ്പമുണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ? ഇറങ്ങിക്കോട്ടെ, കുഴപ്പമില്ലോ. ക്യാമറ ഔട്ടാവൂ? ഇല്ല. ഓക്കെ, താങ്ക് യു. ഇവിടെ ഒന്ന് പ്രസംഗിക്കാണ്ട് കൺവെൻഷൻ പ്രസംഗിക്കുന്നുമല്ല അല്ലേ? എനിക്കിതാ ഇഷ്ടം. ഓക്കെ, മൈ ഗാഡ്, എന്നെ കാണാമല്ലോ. ഓക്കെ, രക്തം ചെയ്യും. ഇങ്ങോട്ട് നോക്കൂ. ഓക്കെ, എന്താണ് ദേഹി? ദേഹിയുടെ പ്രത്യേകത മനുഷ്യൻ്റെ വികാരങ്ങളുടെ ഇരിപ്പിടം ദേഹിയെ. വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും എന്ന് പറഞ്ഞാൽ ചിരിക്കാൻ തോന്നുന്നു, സങ്കടം തോന്നുന്നു, ദുഃഖം തോന്നുന്നു, നിരാശ തോന്നുന്നത്, അങ്ങനെ എല്ലാം ഇരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ദേഹി. ഈ വികാരങ്ങളുടെ ഉത്ഭവമാണ് ദേഹി. നമ്മൾ ഈ ദൂതിനെ ബൈബിളിലോട്ട് വന്ന് ചേർത്ത് വെച്ചാൽ അസൂയ, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? ഈ സാധനമൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ദേഹി. ദേഹിക്കകത്താണ് ഇതെല്ലാം, എല്ലാ വികാരം ഇരിക്കുന്നത്. ഞാനൊരു തിയോളജി പറയാം, ഉറങ്ങല്ലേ? തിയോളജിയാണേ. മനുഷ്യൻ ജീവിക്കുന്നത് ദേഹത്തിലാണ്, പക്ഷെ മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ദേഹിയാണ്. നിങ്ങളിത് വേഗത്തിൽ പറഞ്ഞു വിട്ടാലുമുണ്ടല്ലോ, വലിയൊരു തിയോളജിയുടെ അവസാന വാക്കാണത്. ഈ കൗൺസിലിംഗ് പഠിക്കാൻ പഠിക്കുന്നവർ സോറി, നിങ്ങൾക്ക് എന്നെ കാണത്തില്ലല്ലേ? ഓക്കെ, ഞാൻ തിരിച്ചു പോകാം, അതാണ് നല്ലത് അല്ലേ? മടങ്ങിപ്പോയിരിക്കുന്നു. സ്തോത്രം. ഓക്കെ, ഇപ്പോൾ കാണാമല്ലോ. ഓക്കെ, അവിടെ നിന്നല്ലേ, അവിടെ കാണത്തില്ല. ഓക്കെ, മനുഷ്യൻ ജീവിക്കുന്ന ദേഹത്തിലാണെങ്കിലും മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ദേഹിയാണ്. ഇതൊരു വലിയ തിയോളജിയാണ്. ഈ കൗൺസിലിംഗ് പഠിക്കാൻ പോയവർ, ഈ കൗൺസിലിംഗ് പഠിക്കാൻ പോകുന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾ പഠനത്തിൽ ഒരാളെ പരിചയപ്പെടും. അദ്ദേഹത്തിന് പേര് സിഗ്മണ്ട് ഫ്രോയിഡ് എന്നാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞ ഒരു കൗൺസിലറാണ്, ഒരു മനഃശാസ്ത്രജ്ഞനാണ്. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന വലിയൊരു മനുഷ്യനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിന് ഒത്തിരി തിയോളജികളുണ്ട്. അദ്ദേഹത്തിന് ഒരു വലിയ തിയോളജി ഉണ്ട്. 7, 8, 9 മാസം പഠിക്കേണ്ട വലിയൊരു തിയോളജി. ഈ മനുഷ്യൻ പറയുന്നതാണ്, അദ്ദേഹത്തിൻ്റെ തിയോളജിയാണ്, മനുഷ്യൻ ജീവിക്കുന്നത് ബോധ മനസ്സിലല്ല, പിന്നെയോ മനുഷ്യൻ ജീവിക്കുന്നത് ഉപബോധ മനസ്സിലാണ്. അതിനെ അദ്ദേഹം പറയുന്നത് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും പ്രീ കോൺഷ്യസ് മൈൻഡും അങ്ങനെയൊക്കെയാണ് ഇതിനെ വ്യാഖ്യാനിച്ച് പോകുന്നത്. ഇങ്ങനൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ചുരുക്കി പറയാം, ഇതിൻ്റെ ആശയം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഈ പറയുന്നത്. ഇദ്ദേഹം പറയുകയാണ്, ഒരു മനുഷ്യനെ കൊണ്ട് എടുക്കണം, എന്നിട്ട് ഒരു മനുഷ്യനെ 100 ഭാഗമാക്കണം. ഒരു മനുഷ്യനെ 100 ഭാഗമാക്കി തിരിച്ചാൽ പുറമേ കാണുന്ന ഇതുണ്ടല്ലോ, ഈ മനുഷ്യൻ ആ 100-നകത്ത് 25% മാത്രമേ ഉള്ളൂ. നിങ്ങൾ കേട്ടോ? ഒരു മനുഷ്യനെ 100 ഭാഗമാക്കിയാൽ
പുറമേ ഉള്ള മനുഷ്യൻ 25%. അപ്പം അതിൻ്റെ അർത്ഥം എന്നാ? അതിൻ്റെ അർത്ഥം ബാക്കി 75 വേറൊരു മനുഷ്യൻ നമ്മുടെ അകത്തിരിപ്പുണ്ടെന്നാണ്. കേട്ടോ, നമ്മൾ 2 ആൾക്കാരാണ്, പുറമേ ഉള്ള ഒരാളും. ശരിയല്ലേ? ശരിയല്ലേ? നമ്മൾ 2 ആൾക്കാരാണ്, പുറമേ ഉള്ള ഒരാളും അകമയുള്ള ഒരാളും. ശരിയല്ലേ? നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പം ഒരാളാണ്, പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞാണ്, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എന്നെ വെറുതെ വിട്ടേക്കണം, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ആമേൻ. സത്യം പറ, നമ്മൾ ഈ കാണുന്ന ആളാണോ? ഇനി നിങ്ങൾ മിണ്ടത്തില്ല. അല്ലല്ല, നമ്മൾ ഈ കാണുന്ന ആളെയല്ല. ഇവിടെ ഇരിക്കുന്ന ആളല്ല. വീട്ടിൽ പോയാൽ, വീട്ടിലുള്ള ആളല്ല. ജോലിക്ക് പോയാൽ, ഓഫീസിൽ പോയാൽ, കോളേജിൽ പോയാൽ, നമ്മുടെ പ്രൈവറ്റ് പ്ലേസിനകത്ത് നമ്മൾ മറ്റൊരാളാണ്. രക്തം ചായ. നിങ്ങൾ പിണങ്ങത്തില്ലെങ്കിൽ ഒരു വാക്ക് പറയാം, സഭായോഗത്തിരുന്ന അച്ഛനല്ല, കമ്മിറ്റിക്കകത്തിരുന്ന അച്ഛൻ. ഇപ്പോൾ വെളിപ്പെട്ടവർക്ക് ആശ്വാസം. നമ്മൾ 2 ആൾക്കാർ. ഇതിനൊത്തിരി തെളിവുണ്ട്, ഒത്തിരി വിഭജനമുള്ള വലിയൊരു തിയോളജിയാണിത്. ഇതിനൊത്തിരി ഡൈവേഷനുണ്ട്. ഓക്കെ, ഈ തിയോളജിയുടെ അവസാന വാക്കാണ് മനുഷ്യൻ ജീവിക്കുന്നത് ദേഹത്തിലാണെങ്കിലും മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ദേഹിയാണെന്ന്. ഈ തിയോളജിയുടെ അവസാന വാക്കാണ്. കേട്ടോ നിങ്ങൾ? മനുഷ്യൻ ജീവിക്കുന്നത് ദേഹത്തിലാണെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ദേഹിയ. എല്ലാവരും നിയന്ത്രിക്കുന്നത് ദേഹിയ, എല്ലാവരും നടത്തുന്നത് ദേഹിയ. പക്ഷെ എൻ്റെ സഭ കേട്ടോണം, ഇവിടെ നമുക്കൊരു വിടുതൽ കിട്ടി. നമുക്ക് മാത്രം കിട്ടിയ വിടുതൽ. രക്ഷിക്കപ്പെടുന്നതിന് 1 സെക്കൻഡ് പുറകി വരെ ഉള്ളായിരുന്നു ദേഹി എൻ്റെ ദേഹത്തെ നിയന്ത്രിച്ചത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഒരാത്മീയനെ നിയന്ത്രിക്കുന്നത് ദേഹിയല്ല. നിങ്ങൾ കർത്താവിനെ വിശ്വസിച്ചത് ഓർക്കുന്നുണ്ടോ? ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായുകൾ കൊണ്ട് അന്ന് എന്ത് കിട്ടി? നിത്യത കിട്ടി. മകനും മകളുമായി സ്വർഗത്തിന് ഓഹരിക്കാരായി. പക്ഷെ നമ്മൾ പോലും അറിയാത്തൊരു വിടുതൽ നടന്നു. എന്തെന്നറിയാമോ? നമ്മുടെ ദേഹത്തിൽ നിന്ന് ദേഹിയുടെ പിടി പൊട്ടി. എൻ്റെ അവയവങ്ങളിൽ നിന്ന്, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന്, എൻ്റെ കണ്ണിൽ നിന്ന്, എൻ്റെ നാവിൽ നിന്ന്, എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ അവയവങ്ങളെ ഭരിച്ച ദേഹിയുടെ പിടി അന്ന് പൊട്ടി. അന്ന് മുതൽ എന്നെ നിയന്ത്രിക്കുന്നത് ആത്മാവാണ്. എൻ്റെ നാവിനെ, എൻ്റെ കണ്ണിനെ, എൻ്റെ കയ്യെ, എൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആത്മാവാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് സഭ നടക്കേണ്ടത് ആത്മാവിലാണ്. സംസാരിക്കേണ്ടത് രക്ഷയ്ക്ക് മുൻപ് എന്തും പറയും, എന്തും സംസാരിക്കും. പക്ഷെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് എനിക്ക് എന്തും പറയാൻ പറ്റില്ല അച്ഛാ. കാരണം എൻ്റെ നാവിൻ്റെ കൺട്രോള് ആത്മാവായതുകൊണ്ട്. രക്ഷയ്ക്ക് മുൻപ് എൻ്റെ ലൈഫിൽ ഒരു വിഷയം വന്നാൽ ഞാൻ ആ വിഷയത്തെ പിടിക്കുന്നത് വികാരം കൊണ്ടാണ്. വികാരത്തിന് അടിമപ്പെട്ടവരായി രക്ഷയ്ക്ക് മുൻപ് ഒരു വിഷയം വന്നാൽ ആ വിഷയത്തോട് പ്രതികരിക്കും. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് എനിക്കൊരു വിഷയം വന്നാൽ ഞാൻ ആ വിഷയത്തെ പിടിക്കുന്നത് ദേഹി കൊണ്ടല്ല, ആത്മാവ് കൊണ്ടാണ്. ഇന്ന് പകൽ ചെവി തുറന്നു കേട്ടോ, വിഷയത്തെ നിങ്ങൾ ദേഹി കൊണ്ട് സമീപിച്ചാൽ വിഷയം വഷളാകത്തോട് പരിഹരിക്കപ്പെടത്തില്ല. വിഷയത്തെ ആത്മാവിൽ പിടിക്കാൻ തുടങ്ങിയാൽ ദേഹിക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തെ നമുക്ക് ആത്മാവ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്ന്. ജ്ഞാനത്തിന് പരിഹരിക്കാൻ കഴിയാത്തത്, അറിവിന് പരിഹരിക്കാൻ കഴിയാത്തത്, ബുദ്ധിക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തെ നമുക്ക് ആത്മാവ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി. ആമേൻ, ആമേൻ. അപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് സഭ നടക്കേണ്ടത് കമോൺ ആത്മാവിലാണ്. സംസാരിക്കേണ്ടത് രക്ഷയ്ക്ക് മുൻപോ? വേഗം പറഞ്ഞ വേഗം വിട്ടുവിടാം. പറ. രക്ഷയ്ക്ക് മുൻപ് ദേഹി, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഇപ്പൊ തിരുവല്ല സഭ നടക്കുന്നത് ആത്മാവിൽ. പണ്ടോ ദേഹി. നമ്മളെ നിയന്ത്രിക്കുന്നത് ആത്മാവാണ്, ദേഹി അല്ല. കമോൺ. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ദേഹി, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ആത്മാവ്. എൻ്റെ ചോദ്യം ചോദിക്കാൻ പോന്നു, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞും ഞങ്ങളുടെ ദേഹത്തെ ഞങ്ങളുടെ ദേഹി നിയന്ത്രിക്കുമോ? നിയന്ത്രിക്കാൻ പാടില്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് നമ്മളെ നിയന്ത്രിക്കേണ്ടത് ആത്മാവാണ്. എൻ്റെ ചോദ്യം, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞും എൻ്റെ ദേഹത്തെ എൻ്റെ ദേഹി കൺട്രോൾ ചെയ്യുമോ? ചോദ്യം കൊള്ളാം, ഉത്തരം കേട്ടാൽ ഞെട്ടും. നിയന്ത്രിക്കും. ക്രിസ്തീയ ജീവിതം 2 കാലമാണ്. ഒരു കാലത്തിന് പേര് അജ്ഞാന കാലമെന്ന. എന്തോ അജ്ഞാനകാലം? എന്തോ
അറിവില്ലായ്മയുടെ കാലം. ഉത്തരം കറക്റ്റ് അച്ഛാ. എന്താണ് അറിവില്ലായ്മയുടെ കാലം? ഉത്തരം കറക്റ്റാണ്. എന്താണ് അറിവില്ലായ്മയുടെ കാലം? വേഗം പറ. നിങ്ങൾ ആരും മിണ്ടുന്നില്ല. എന്താണ് അറിവില്ലായ്മയുടെ കാലം? ഈ യോഗം നേരം വെളുക്കും. എന്താണ് അറിവില്ലായ്മയുടെ കാലം? പറ, വേഗം പറ. ദൈവത്തെ അറിയാത്ത കാലം. ഉത്തരം കറക്റ്റാ മാമേ. എന്താണ് ദൈവത്തെ അറിയാത്ത കാലം? കാര്യം ഈ ഉത്തരവൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. എന്താണ് ദൈവത്തെ അറിയാത്ത കാലം? എന്തോ? അജ്ഞാനകാലം, അറിവില്ലായ്മയുടെ കാലം, ദൈവത്തെ അറിയാത്ത കാലം, മോഹങ്ങൾ കടിമയായി, ഭോഗങ്ങൾ കടിമയായി, ജഡത്തിന് ഇഷ്ടം തേടിപ്പോയി, മനോവികാരങ്ങൾ കടിമയായ കാലമാണ് അജ്ഞാനകാലം. ചുരുക്കി പറഞ്ഞ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലം. പെന്തക്കോസ് വരുന്നതിന് മുമ്പുള്ള കാലം. മൈ ഗാഡ്, അല്ലേ? സഭ ഇപ്പം നമ്മളിപ്പോൾ അജ്ഞാനകാലത്താണോ? അല്ല, അജ്ഞാന കാലഘട്ടം പൊട്ടി നമ്മളിപ്പോൾ കൃപയ്ക്കകത്താണ്. എന്ന് പറഞ്ഞാൽ ദേഹിയുടെ പിടി പൊട്ടി നമ്മളിപ്പോൾ ആത്മാവിലാണ്. നമ്മളിപ്പോൾ അജ്ഞാനകാലത്താണോ? അല്ല, ഇപ്പൊ കൃപയ്ക്കകത്താ. നിങ്ങൾ പിണങ്ങത്തില്ലെങ്കിൽ ഒരു ദൂത് പറയാം, എന്നെ ഉടക്കുണ്ടാക്കും ചെയ്യരുത്. നമ്മളിപ്പോൾ പെന്തക്കോസിനകത്താണ്. ആമേൻ. എന്നെ വെറുതെ വിട്ടേക്കണം, ദൂതാണ്, കാർ തല്ലി പൊട്ടിക്കരുത്. നമ്മളിപ്പോൾ IPC-ക്കകത്താണ്. അജ്ഞാനകാലത്താണോ? അല്ല, നമ്മളിപ്പോൾ എവിടെയാണ്? കമോൺ, ഇപ്പൊ കൃപയ്ക്കകത്താ, ഇപ്പൊ വിശ്വാസത്തിലാണ്, ഇപ്പൊ പെന്തക്കോസിനകത്താണ്. അജ്ഞാനകാലത്തല്ല കേട്ടോ. നമ്മുടെ പ്രസംഗത്തിൽ പറഞ്ഞാൽ ദേഹിക്കകത്തല്ല, ഇപ്പം നമ്മൾ ഇപ്പം ആത്മാവിലാണ്. ഇനിയൊരു വാക്യം പറയാൻ പോവാണേ. ഇപ്പം പെന്തക്കോസിലാണ്, ഇപ്പം കൃപയ്ക്കകത്താണ്. ഓർത്തോണേ, ഇനി വാക്യം പറയാൻ പോവാണേ. അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കല്ല്. എവിടെ വന്നിട്ട് മാതൃകയാക്കരുത്. വിശ്വാസി വന്നിട്ടും അജ്ഞാനകാലം ഏതാ? നമ്മുടെ പ്രസംഗത്തിൽ പറഞ്ഞ ദേഹിക്കകത്ത് ജീവിച്ച കാലഘട്ടമല്ലേ അജ്ഞാനകാലം. അന്നുണ്ടായിരുന്ന സംസാരത്തെ, അന്നുണ്ടായിരുന്ന പ്രവൃത്തിയെ, അന്നുണ്ടായിരുന്ന ഇടപാടിനെ ഇവിടെ വന്നിട്ടും അതിൻ്റെ അർത്ഥം ആ പഴയ ഇടപാടുകളെ ഇവിടെ വന്നിട്ടും മാതൃകയാക്കരുതെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പം അതിന് വേറെ പുറവില്ലാച്ചാ. ഇവിടെ വന്നിട്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ പ്രസംഗത്തിൽ പറഞ്ഞ എപ്പോഴും ഒന്നുമല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ പഴയ ദേഹി എഴുന്നേൽക്കുന്നുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. എപ്പോഴും ഒന്നുമല്ല, വല്ലപ്പോഴും. പ്രസംഗം കൊള്ളാം, പാട്ട് കൊള്ളാം, പ്രാർത്ഥന കൊള്ളാം, അന്യഭാഷ കൊള്ളാം, കൃപ കൊള്ളാം, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ എഴുന്നേൽക്കുന്നൊരു ദേഹി ഉണ്ടെന്ന്. സത്യം പറ, ഇതല്ലേ പോരാട്ടം? ഞാനൊരു ചലഞ്ച് പറയാം. ഇതൊരു ദൂതായിട്ടോ നിങ്ങൾക്കൊരു ചലഞ്ച് പോലെ പിടിക്കാം. ഇന്നലെ വരെ ദേഹി എഴുന്നേറ്റെങ്കിൽ ഇന്ന് പകൽ ആ ദേഹിയെ ജയിക്കുന്ന, ആ ദേഹിയെ പിടിച്ചൊതുക്കുന്ന ഒരു ദൈവ കൃപയ്ക്ക് വേണ്ടി കൊതിക്കുന്നവർക്കായി സ്തോത്രം പറയുക. ഇന്നലെ വരെ ദേഹി എഴുന്നേറ്റെങ്കിൽ ഇനി എഴുന്നേൽക്കരുത്, ഇനി അത് ബലപ്പെടരുത്, ഇനി അത് തലവെക്കരുത്. അതിനെ പിടിച്ചൊതുക്കുന്ന ഒരിരട്ടി ദൈവകൃപയാവുകയാണ്. ആമേൻ, 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 ആമേൻ. കേട്ടോ 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 കേട്ടോ. നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആർക്കറിയാം? യെസ് ഓർ നോ? അത് മൊത്തം പുകയാണോ? പിടിക്കുന്നവർക്കായി സ്തോത്രം, പിടികിട്ടാത്തവർക്കായി സ്തോത്രം, അന്തം വിട്ടിരിക്കുന്നവർക്കായി സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് ദേഹം എഴുന്നേൽക്കുന്നു. 21 സുവാസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ആഴ്ചകൾ കഴിയുന്നതിന് മുൻപ് നമ്മുടെ ദേഹം എഴുന്നേൽക്കുന്നു. 21 ദിവസം 7-ാം ദിവസം യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി മണിക്കൂർ കഴിഞ്ഞ മുമ്പ് നമ്മുടെ ദേഹം എഴുന്നേൽക്കുന്നു. ആ ദേഹം എൻ്റെ നാവിനെ കൺട്രോൾ ചെയ്യുന്നു. ഞാൻ തോറ്റുപോകുന്നു. അതിൻ്റെ അർത്ഥം പ്രസംഗിച്ച രാഹുൽ പാസ്റ്റർക്ക് പോലും മനസ്സിലാകാത്ത വിധത്തിൽ എന്നെ തോൽപ്പിക്കുന്നൊരു ദേഹി എൻ്റെ മേലുണ്ടെന്ന്. തോറ്റു കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ തോറ്റുപോയെന്ന്. അപ്പച്ചാ, ഞങ്ങൾക്ക് ജയിക്കണപ്പാ. ഞങ്ങൾക്ക് പിടിച്ചൊതുക്കാൻ കഴിയാത്തൊരു ദേഹി ഞങ്ങളുടെ അകത്തുണ്ടപ്പാ. ഒരു വലിയ ദൈവ കൃപ ഞങ്ങൾക്ക് വേണം അപ്പച്ചാ. ഇനി ഞങ്ങൾ തോൽക്കരുത്, ഇനി ഞങ്ങൾ തോൽക്കരുത്. എനിക്ക് ഉറപ്പുണ്ട്, ഇനി തോൽക്കത്തില്ലെന്ന്. 7 പകൽ ദേഹിയെ പിടിച്ചൊതുക്കുന്ന ഒരു വലിയ അഭിഷേകത്തിന് പകർച്ച ഈ ഹോളി നടക്കുന്നുണ്ട്. ആത്മാവ് കൊണ്ട് ദേഹിയെ ജയിക്കാൻ കഴിയുമെന്ന്
ജയിക്കാൻ കൊതിയുള്ളവർ, ജയിക്കാൻ കൊതിയുള്ളവർ, ജയിക്കാൻ ദാഹമുള്ളവർ ഇന്ന് പകൽ ആ ദൂതെ പിടിച്ചോ. ഒരു ദേഹിക്കും നിന്നെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ഇനി തോൽക്കരുത്, ഇനി തോൽക്കരുത്, ഇനി തോൽക്കരുത്. പ്രാർത്ഥിച്ചവർ ഇനി തോൽക്കരുത്. പ്രസംഗിച്ചവർ ഇനി തോൽക്കരുത്. ആരാധിച്ചവർ ഇനി തോൽക്കരുത്. എന്നെ തകർത്ത് കളയുന്ന ദേഹി. ബൈബിൾ വാക്യം പറയാം, ശേഷം മനുഷ്യരെ പോലെയാക്കി തീർത്ത ദേഹി. എന്താ ഇതിന്റെ അർത്ഥം? തിരുവല്ലായി ദൈവം നമ്മളെ വിളിച്ചത് ശേഷം മനുഷ്യരെ പോലെ ജീവിക്കാനല്ല. എല്ലാവരും സംസാരിക്കുന്ന പോലെ, എല്ലാവരും നടക്കുന്ന പോലെ, എല്ലാവരും ജീവിക്കുന്ന പോലെ വിളിച്ചതല്ല നമ്മളെ. നമ്മൾ അസാധാരണമായി ജീവിക്കാൻ വിളിച്ചതാണ്. ഇതിന് അനുവദിക്കാത്ത ദേഹികളെ ഇന്ന് പകൽ ജയം വ്യാപരിക്കട്ടെ. ഇനി തോൽക്കത്തില്ല. നീ ഇനി തോൽക്കാൻ സാധ്യമല്ല. ഒരു ദേഹിക്ക് തോൽപ്പിക്കാൻ പറ്റത്തില്ല. ജയിക്കാൻ ദാഹമുണ്ടെങ്കിൽ, ജയിക്കാൻ കൊതിയുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ ദൂതെ പിടിച്ചപ്പോ ഒരു കൃപതാപ്പോ, ഒരു അഭിഷേകത്താപ്പോ. ഓഹോ, ജയം 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 ജയം. ഒരസാധാരണ ദൈവ സാന്നിധ്യം ഈ ഹോളിൽ ചലിക്കുന്നുണ്ട്. ദേഹിയെ ജയിക്കുന്ന അഭിഷേകം, ദേഹിയെ ജയിക്കുന്ന കൃപ, ദേഹിയെ പിടിച്ചൊതുക്കുന്ന ആത്മശക്തി ഈ ജനത്തിന് മേൽ ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. ഇനി സഭ തോൽക്കരുത്, ഇനി കുടുംബങ്ങൾ തോൽക്കരുത്, ഇനി വ്യക്തികൾ തോൽക്കരുത്. ഓഹോ, ആമേൻ. ആത്മീയ ജീവിതം സ്റ്റേബിളായി നിൽക്കണോ? ക്രിസ്തീയ ജീവിതം ഇളകാതെ നിൽക്കണോ? ഏറ്റക്കുറച്ചിലല്ല ഇല്ലാതെ ആത്മീയ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ദേഹിയെ ജയിക്കണം. ആമേൻ. നമ്മൾ പ്രാർത്ഥിച്ച് ആരാധിച്ച് ഏത് ഉയരത്തിൽ ചെന്ന് കയറിയാലും നമ്മുടെ ദേഹിക്ക് നമ്മളെ പൊളിച്ചു കളയാൻ അധിക സമയമൊന്നും വേണ്ട. മൈന്യൂട്ട് സെക്കൻഡ് മതി നമുക്ക് നമ്മുടെ ദേഹിയെ പൊളിച്ചു കളയാൻ. കൃപ, കൃപ. ഇനി തോൽക്കരുത്, ഇനി തോൽക്കരുത്. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ദേഹിയെ പിടിച്ചൊതുക്കുന്ന തലമുറ എഴുന്നേൽക്കണം. ഒരു വികാരങ്ങൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത, ഒരു പൈശാചിക സ്വാധീനത്തിനും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു സഭ ഇവിടെ എഴുന്നേൽക്കട്ടെ. ഒരു തലമുറ എഴുന്നേൽക്കട്ടെ, ദേഹിയെ ജയിക്കുന്ന. ആമേൻ. സഭ ജീവിക്കേണ്ടത് ആത്മാവിലാണ്, ദേഹിലല്ല. കുടുംബങ്ങൾ ജീവിക്കേണ്ടത് ആത്മാവിലാണ്, ദേഹിലല്ല. നമ്മളെ നിയന്ത്രിക്കേണ്ടത് ആത്മാവാണ്, ദേഹി അല്ല. ഒരു സ്വത്രം പറയോ? ഇപ്പോഴും ദേഹി ജീവിക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇത് ലൈവ് പോകുന്നുണ്ടേ, അതൊരു പോരാട്ടമാണ്. രക്തം ചെയ്യും. ഇപ്പോഴും ദേഹി ജീവിക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? നിങ്ങളാരും മിണ്ടുന്നില്ല. 1000 പേരില്ലേ? ഇപ്പോഴും ആത്മാവ് നടക്കാൻ വിളിച്ചിട്ടും ഇപ്പോഴും ആ പഴയ സാധനം അഴിയാത്തവർ ഇപ്പോഴും ഇല്ലേ? കൃപ. നിങ്ങൾ ഓർത്തോ, തിരുവല്ല ചർച്ചിൽ ഉപവാസം വെക്കുന്ന ഇവിടുത്തെ പിശാച് ഭയങ്കര പിണക്കമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഒരു രഹസ്യം പറയാം, ആരോടും പറയരുത്. പിശാച് ഹാപ്പിയാണ്. തിരുവല്ല എന്നല്ല, എവിടെയും ഉപവാസം പിശാചിന് ഭയങ്കര ഇഷ്ടമാണ്. 7, 3, 21, 40, ഇപ്പം 100 ട്രെൻഡ് കേട്ടോ. 100 പിശാചിന് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഉണ്ടാക്കരുത്. ഹാപ്പിയാണ് പിശാചിന്, നോ പ്രോബ്ലം.
ഗസ്റ്റെ കൊണ്ട പുള്ളി ഭയങ്കര ഹാപ്പിയാണ്, നമ്മളെ കൊണ്ടുവിടും പിശാച്. പുള്ളി പറയും പോയി പ്രാർത്ഥിച്ചോണം, പ്രസംഗം കേട്ടോണം, എഴുതിയെടുത്തോണം, ആമേൻ പറഞ്ഞോണം, ഇതൊക്കെ പുള്ളിക്ക് ഇഷ്ടമാണേ. ഒരു ചെറിയ കാര്യം പുള്ളി പറയും, മോനെ പോകുന്നൊക്കെ കൊള്ളാം, ദേഹിക്കകത്ത് മാറ്റം ഉണ്ടാകല്ലേ. നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ല. ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയാം. യോഗത്തിൽ പോയിരുന്നോണം, പ്രസംഗം കേട്ടോണം, ആമേൻ പറഞ്ഞോണം, ദേഹിക്കകത്തിരിക്കുന്ന പിണക്കം പോകരുതെന്ന്. ഇപ്പം കിട്ടിയോ? നിങ്ങൾക്ക് പിണക്കമുണ്ടെന്ന് പറഞ്ഞതല്ല, ഇത് പിടിക്കാൻ പറഞ്ഞതാണ്. നമ്മളെല്ലാ പ്രാർത്ഥനയ്ക്കകത്തും വരും, ലോറി പറയും, ആമേൻ പറയും, വീട്ടിൽ പോകും, ദേഹിക്കകത്തിരിക്കുന്ന അവിടെ ഇരിക്കും. തിരുവല്ലയിലെ പിശാചിൻ്റെ ബലം അവിടെ. അവൻ അറിയാന്നേ, എന്നാ യോഗം വെച്ചാലും ഏത് പ്രസിദ്ധൻ വന്നാലും ദേഹിക്കകത്ത് മാറ്റം ഉണ്ടാകത്തില്ലെന്ന് അവൻ അറിയാം. അതാ അവൻ്റെ ബലം. പക്ഷെ പിശാചെ കേട്ടോ, ഇന്ന് പകൽ അഴിയാൻ പോവാണ്. കാലങ്ങളെ അഴിയപ്പെടാത്തത്, കാലങ്ങളെ അഴിഞ്ഞു പോകാത്തത്, കാലങ്ങളെ അഴിഞ്ഞു പോകാത്ത കെട്ടുകൾ ദേഹിക്കകത്ത് ഈ പകൽ എൻ്റെ സ്വർഗം എന്നേക്കുമായി അഴിയാത്തൊരു മേഖലക്കകത്ത്, വിടുവിക്കപ്പെടാത്ത ഏരിയക്കകത്ത് ഈ പകൽ വിടുതലായിരിക്കട്ടെ. ജയം 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 ജയം. അമ്മേ, ഞാൻ നിങ്ങളുടെ ഹൃദയം തുറന്നു പറയാം. എല്ലാ പ്രാർത്ഥന പോലെയും ഈ പ്രാർത്ഥന കൊട്ടിപ്പാടി ഗ്ലോറി പറഞ്ഞ് വീട്ടിൽ പോകരുത്. നമ്മളൊത്തിരി പ്രസംഗം കേട്ട ആൾക്കാരാണ്, നമ്മളൊത്തിരി പാസ്റ്റർമാരെ കണ്ട ആൾക്കാരാണ്, നമ്മളൊത്തിരി ഉപവാസം നടത്തിയ ആൾക്കാരാണ്. ഇന്ന് പകൽ പറപ്പാ, ഈ 21 കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഒന്നും വേണ്ടപ്പാ. കാറോ വീടോ ലോറിയോ അമേരിക്കയോ ഒന്നും കിട്ടിയ സന്തോഷപ്പോ വേണ്ടപ്പാ. ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടപ്പാ, അഴിയാത്തൊരു ദേഹി ഞങ്ങളുടെ അകത്തിരിപ്പുണ്ടപ്പാ. ഒത്തിരി പ്രസംഗം കേട്ടപ്പാ, ഒത്തിരി യോഗത്തിനകത്ത് പോയിരുന്നപ്പാ, ഒത്തിരി പ്രസംഗിച്ചപ്പാ. പക്ഷെ ഇതുവരെ വിടുവിക്കപ്പെടാത്ത ഏരിയക്കകത്ത് ഈ ഫാസ്റ്റിംഗ് പ്രയർ ജയം വ്യാപരിക്കണമെന്ന് ദാഹമുള്ളവർക്ക് എനിക്ക് ഉറപ്പുണ്ടെന്നേ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ സഭയ്ക്കകത്ത് ആ ഭയങ്കര വിടുതൽ സ്വർഗം ചെയ്തോണ്ടിരിക്കുക. ഇതുവരെ മാറാത്തത്, ഇതുവരെ അഴിയാത്തത്, തീകൾ മെഴുകുന്ന പോലെ ദേഹിക്കകത്ത് പറ്റിപ്പിടിച്ച പലതും എന്റെ സ്വർഗം അഴിച്ചു മാറ്റുക. ജയം 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 ജയം. ദേഹിൽ വിടുതൽ, ദേഹിൽ വിടുതൽ, ദേഹിൽ വിടുതൽ, ദേഹിൽ വിടുതൽ. ഓ ആമേൻ ആമേൻ ആമേൻ. നമ്മൾ ഇച്ചിരി ഗൗരവത്തിൽ മുമ്പോട്ട് പോവാ. ഈ കാറും വീടും ലോറിയൊക്കെ കിട്ടും കേട്ടോ, ഓടക്കൊണ്ടാക്കല്ല കേട്ടോ. മാസം കഴിയുമ്പോൾ കാറും വീടും ലോറിയും അമേരിക്ക എല്ലാം കിട്ടും. കാറ് കിട്ടി എന്നെ കൂടെ കയറ്റിക്കോണം, അമേരിക്ക അപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ. ഞാൻ ഉടക്ക് പറഞ്ഞൊന്നുമല്ല. രക്താഞ്ചായം നമ്മൾ ഇത്രയും വർഷമായില്ല അച്ഛാ, ഇത്രയും വർഷം കൊണ്ട് രാഹുൽ പാസ് പ്രസംഗിക്കാന്ന്. അഴിയപ്പെടാത്തൊരു ദേഹി. ചെമ്പുപാത്രത്തെ ക്ലാവ് പിടിച്ചതുപോലെ ഈ വേർഡ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. തിരുവല്ലക്കാർക്ക് ആ വേർഡ് മനസ്സിലായി. ചെമ്പുപാത്രത്തെ ക്ലാവ് പിടിച്ചതുപോലെ കഴുകിട്ടും വൃത്തിയാകാത്തത് പോലെ ദേഹിക്കകത്ത് പലതും പറ്റിപ്പിടിച്ചു. അഭിഷേകത്തിന് തടസ്സാത്, കൃപയ്ക്ക് തടസ്സമാ, ശുശ്രൂഷയ്ക്ക് തടസ്സമാ. ഇന്ന് പകൽ പറപ്പാ, എന്റെ ദേഹത്തിലല്ല വിടുതൽ വ്യാപരിക്കേണ്ടത്, എന്റെ ദേഹിക്കകത്ത് ദാഹമുള്ളവരും ഇന്ന് പകൽ ആ ദൂതൻ പിടിച്ചോന്നേ. എനിക്ക് ഉറപ്പുണ്ട്, ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ ദേഹിക്കകത്ത് അസാധാരണ ഒരു രൂപാന്തരം വ്യാപരിക്കാൻ പോവാ. ആ ദൂത് കളയല്ല, ദൂതെ പിടിച്ചോ. ഇന്ന് പകൽ അഴിയപ്പെടുക. പറ്റിപ്പിടിച്ച പലതും, പറ്റിപ്പിടിച്ച പലതും, പറ്റിപ്പിടിച്ച പലതും അഴിയാൻ തുടങ്ങി. അഴിയേണ്ടത് 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 അഴിയേണ്ടത്. അമേൻ. അതിനെ യോഗം വെച്ചേ, എന്തിനാ ഉപവാസം വെച്ചേ? ദേഹി മാറ്റം വരാൻ വേണ്ടിയാ. അമ്മേൻ പറയാവോ? നല്ല സ്വത്രം പറയുന്നേ. എന്തിനാ മാസം വെച്ചേ? കാറ് വാങ്ങിക്കാനാണോ അച്ഛാ? കാറ് കിട്ടൂന്നേ.
കിട്ടും. ഞാൻ എൻ്റെ വെളിപ്പാട് പറയും. 7-ാം പകൽ നമ്മൾ സകല വിഷയത്തെയും വെട്ടുക, എഴുതി വെച്ച 50 പ്രാർത്ഥന വിഷയത്തെയും തിരുത്തുക വെച്ചാൽ. ഓക്കെ, നാളെ ഉപവാസം, നാളെ ഉണ്ട്, നാളെ ഗസ്റ്റ് ഉണ്ട്, നാളെ പ്രാർത്ഥിക്കാം, കാറ് വാങ്ങിക്കാൻ പോരെ? നിങ്ങൾ മിണ്ടുന്നില്ല. അമേരിക്ക പോകാൻ നാളെ പ്രാർത്ഥിക്കാം. ഓക്കെ ആണോ? തലമുറ ഭാവിക്ക് വേണ്ടി നാളെ പ്രാർത്ഥിക്കും. ഈ 7-ാം പകൽ കാര്യങ്ങളെ തിരുത്തുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ദേഹിക്കകത്ത് മാറി അഴിയണം. ഞങ്ങളുടെ രോഗം മാറിയില്ലേലും സാരമില്ലപ്പാ, ഞങ്ങളുടെ ദേഹത്തിൽ മാറ്റം വന്നില്ലേലും സാരമില്ലപ്പാ. അഴിയാത്തൊരു ദേഹിക്കുടമയാണ് ഞാൻ. ആ ദൂത ഞാൻ നിങ്ങളെ നിർബന്ധിക്കത്തില്ലെന്ന് ആ ദൂത് പിടിക്കുന്നവർ സ്തോത്രം പറഞ്ഞോണം. ആ വിടുതൽ കൊതിക്കുന്നവർ സ്തോത്രം പറഞ്ഞോണം. ഇവിടെ നിർബന്ധമില്ലെന്ന് ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി പോകുമ്പോൾ ദേഹിക്കകത്ത് ഒരസാധാരണ രൂപാന്തരം കൊതിക്കുന്നവർ കരം അടിച്ചോ, കരം ഉയർത്തിയോ, ആത്മാവിൽ പ്രതികരിച്ചോ. ഇതുവരെ അഴിയാത്തത് 7-ാം പകൽ അഴിയപ്പെടുക. ആമേൻ, 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 ആമേൻ. ഈ പിണക്കമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം പിണക്ക് കിട്ടാൻ വേണ്ടി. പിണക്കമെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ ദൂതായിട്ട് എടുക്കും. പിണക്കമൊന്നും അത് മാത്രമല്ലെന്നേ. ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് നിരാശ പോകാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും നിരാശ അഴിയുന്നില്ല. പ്രാർത്ഥനയ്ക്കകത്ത് വന്നിരിക്കുമ്പോൾ നിരാശയാണ്, യോഗം കഴിയുമ്പോൾ നിരാശയാണ്. ഒത്തിരി ദുഃഖം സഹിക്കുന്നവരെ കണ്ടുണ്ടോ നിങ്ങൾ? പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോഴും ദേഹിക്കകത്ത് ദുഃഖമാണ്, പോകുമ്പോഴും അഴിയുന്നില്ലെന്ന്. ഇവിടെ 50 പേരോ 100 പേരോ ഉണ്ടെങ്കിലും നിങ്ങൾ കേട്ടോ, 100 പേരെ 100 രീതിയിലാണ് പിശാച് അറ്റാക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും ഒന്നും പിണക്കം ഇല്ലെന്നേ. എല്ലാവർക്കും ഒന്നും കോപം ഇല്ല അച്ഛാ, എല്ലാവർക്കും ഒന്നും അസൂയില്ല. അസൂയില്ലാത്തവരുടെ ദേഹിയിൽ എന്തു പിടിക്കും എന്ന് പിശാചിന് നന്നായിട്ടറിയാം. നിങ്ങളുടെ ദേഹിക്കകത്ത് എന്താണ് പിടിക്കാൻ പറ്റിയത് നന്നായിട്ടറിയാം. തലമുറയെക്കുറിച്ചുള്ള വിചാരമാണെങ്കിൽ പിശാച് അത് കൊണ്ടുതരും ദേഹിക്കകത്ത്. പ്രാർത്ഥിച്ചിട്ടും ഇത് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ആ ഭാരം മാറുന്നില്ല, നിരാശ മാറുന്നില്ല, ദുഃഖം മാറുന്നില്ല. എങ്കിൽ കേട്ടോ, ചുമന്നുകൊണ്ട് വന്ന സകലത്തെയും ഇന്ന് പകൽ സ്വർഗം അഴിച്ചു കളയാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ ദേഹി ഫ്രീ ആകുകയാണ്. തലമുറയെക്കുറിച്ച് ഭാരം, നിന്നെ അലട്ടിയ നിരാശകൾ, നിന്നെ തകർത്ത ദുഃഖങ്ങളെ ആത്മാവ് ഇന്ന് പകൽ അഴിച്ചു മാറ്റുക. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അസാധാരണ രൂപാന്തരം വ്യാപരിക്കാൻ പോവാ. പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. നീ ചുമതുകൊണ്ട് സകല ഭാരത്തെ, സകല ദുഃഖത്തെ, സകല നിരാശകളെ ആത്മാവ് എന്നേക്കുമായി അഴിച്ചു മാറ്റുക. ഈ ജനം ഫ്രീ ആകട്ടെ, ജനം ഫ്രീ ആകട്ടെ, ജനം ഫ്രീ ആകട്ടെ, ജനം ഫ്രീ ആകട്ടെ. അവരെ അലട്ടിയ സകലത്തിൽ നിന്നു ഈ ജനം ഈ പകൽ പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇനി ആ ഭാരം ചുമക്കരുത്. ഇനി ആ നിരാശ ചുമക്കരുത്. നിങ്ങൾ കേട്ടോ, നമ്മുടെ ദേഹിക്കകത്തിരിക്കുന്ന പലതും ഇൻബെൽറ്റ് ആണ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോഴും ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഈ പറയുന്ന ദൂതുകൾ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ആമേൻ. ദേഹിക്കകത്തിരിക്കുന്ന പലതും ഇൻബെൽറ്റ് ആണ്. നിങ്ങൾക്ക് ഇൻബെൽറ്റ് എന്ന വാക്ക് മനസ്സിലായോ? എനിക്ക് ആരും ഫോൺ തരാം. ആരെങ്കിലും ഫോൺ ഉണ്ടോ? നിങ്ങളെല്ലാവരും ഫോൺ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ നല്ല വിശ്വാസത്തിലാണ്. സഭയിൽ ഫോൺ കൊണ്ട് താങ്ക് യു. ഒരു ഫോൺ കണ്ടോ? നിങ്ങൾ ഈ ഫോൺ കണ്ടോ? ഈ ഫോൺ കണ്ടോ? ഈ ഫോണിൻ്റെ പ്രത്യേകത, ഈ ഫോണിൻ്റെ ബാറ്ററി ഇൻബെൽറ്റ് ബാറ്ററിയാണ്. പറഞ്ഞ് നമ്മൾ മനസ്സിലായി. അങ്ങനെ പറയാൻ പിടി കിട്ടുമോ?
നിങ്ങൾ പഴയ 1100 ഫോൺ കണ്ടിട്ടുണ്ടോ? 1100 ഫോൺ കണ്ടിട്ടുണ്ടോ? നിങ്ങളല്ലേ അമേരിക്കാരാണ്, 1100 അറിയത്തില്ല. നിങ്ങൾ ആപ്പിൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ എന്തായാലും പറയുന്നത് 1100 ഫോൺ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. 1100 പ്രത്യേകത. ആ ഫോണിൻ്റെ പ്രത്യേകത ബാക്ക് കവർ ഓപ്പൺ ചെയ്യും, അതിൻ്റെ ബാറ്ററി ഊരെടുക്കാം, അതിന് സിം കാർഡ് ഊരെടുക്കാം അല്ലേ? ഈ ഫോണിൻ്റെ ബാക്ക് കവർ ഊരാൻ പറ്റത്തില്ല. 1. 2, ഇതിൻ്റെ ബാറ്ററി ഊരാൻ പറ്റത്തില്ല. ഇതിൻ്റെ ബാറ്ററിയും ഇതിൻ്റെ ബോർഡും ഒന്നാണ്. ഇതിൻ്റെ പേരാണ് ഇൻബിൽറ്റ് ബാറ്ററി. കേട്ടോ? താങ്ക് യു. ഇപ്പോൾ വെച്ചേക്കട്ടെ. ഞാൻ എടുത്തോളാം കേട്ടോ. ഇതിൻ്റെ പേരാണ് ഇൻബിൽറ്റ് ബാറ്ററി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ദേഹിക്കകത്തിരിക്കുന്ന പലതും ഇൻബിൽറ്റ് ആണ്. പിടികിട്ടിയോ നിങ്ങൾക്ക്? മോക്ക് എത്ര വയസ്സുണ്ട്? 14. ഈ കുഞ്ഞിന് 14 വയസ്സുണ്ട്. ഈ കുഞ്ഞിന് പിണക്കമുണ്ട്. ആരോട്? ഈ കുഞ്ഞിന് മമ്മിയോട്, സിസ്റ്ററോട് കൂടെ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങും. ഈ കുഞ്ഞിൻ്റെ പിണക്കത്തിന് 14 വയസ്സിൻ്റെ പ്രായവും. കേട്ടോ? ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ ഈ കുഞ്ഞിൻ്റെ കൂടെ ജനിച്ചതാണ് അസൂയയും പിണക്കവും. പുറത്തുനിന്ന് വന്ന് കരുതല്ല, അകത്തുണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാം, വിചാരം പുറത്തുനിന്ന് വന്ന് കരുതല്ല. ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ കൂടെ ജനിച്ചതാണ്. ഈ കുഞ്ഞിൻ്റെ പിണക്കത്തിന് 14 വയസ്സ് പ്രായമുള്ളൂ. ഈ കുഞ്ഞ് പിണങ്ങും. ആരോട് പിണങ്ങും? സുഹൃത്തിനോട് പിണങ്ങും. പക്ഷേ ഈ കുഞ്ഞിൻ്റെ പിണക്കത്തിന് ഒരു മണിക്കൂർ ആയുസേ കാണത്തുള്ളൂ, 2 മണിക്കൂർ ആയുസേ കാണത്തുള്ളൂ അല്ലേ? രാഹുൽ പാസ് പിണങ്ങും. രാഹുൽ പാസ് പിണക്കത്തിന് 37 വയസ്സിൻ്റെ പ്രായമുണ്ട്. ഈ കുഞ്ഞിൻ്റെ പിണക്കത്തിന് 1 മണിക്കൂർ ആയുസാണെങ്കിൽ എൻ്റെ പിണക്കത്തിന് 1 മണിക്കൂർ ആയുസൊന്നും അല്ലച്ചാ. അമ്മയും പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. നിങ്ങളുടെ ഏജുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്തോ? അത്രയും പഴക്കമുള്ള സാധനമാണ് നമ്മുടെ ദേഹിക്കാതിരിക്കുന്നത്. കേട്ടോ? നിങ്ങൾക്ക് 40, 30, 35, 60, 70 എനിവേ നിങ്ങൾ ഏത് ഏജിലാണോ അത്രയും പഴക്കമുള്ള വികാരമാണ് ദേഹിക്കകത്തിരിക്കുന്നത്. നമ്മൾ വളരും തോറും ഈ സാധനം നമ്മുടെ കൂടെ വളരും. പ്രായം കൂടും തോറും പിണക്കത്തിന് കടുപ്പം കൂടും. തുടയ്ക്കാൻ വേണ്ടി തുടച്ചത് അല്ലെങ്കിൽ സ്വോത്രം വേണ്ടി തുടച്ചതാണ്. ആമേൻ. നമ്മൾ വളരും തോറും ഈ സാധനം കൂടെ വളരും. നമ്മൾ ഏജ് കൂടും തോറും ഈ സാധനം കടുപ്പം കൂടും. രക്തം ജയം. നിങ്ങൾ കേട്ടോ, എത്ര പഴകിയതാണെങ്കിലും ഇന്ന് പകൽ വചനം നിസ്സാരമായി അതിനെ പൊളിച്ചു കളയും. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോന്നേ. എത്ര പഴകിയ ദേഹിക്കകത്ത വികാരങ്ങളാണെങ്കിലും, എത്ര പഴകിയ നിരാശകളാണെങ്കിലും, എത്ര പഴകിയ ചിന്തകളാണെങ്കിലും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ആത്മാവ് എടുത്തു മാറ്റാൻ പോവാണ്. അത് പ്രാപിച്ചോ യേശുവിന്റെ നാമത്തിൽ. കാലങ്ങളായി മാറാത്ത ഇന്ന് പകൽ മാറാൻ പോവാ. ജയം. ആമേൻ. കേട്ടോ. നമ്മൾ ഒരു ദൂതും പറഞ്ഞിട്ട് നടത്താം. ബാക്കി വൈകിട്ട് നിങ്ങൾ വൈകിട്ട് വരുമോ? ആർക്കറിയാം? വൈകിട്ട് വരുമോ? തമ്പുരനറിയാം. വൈകിട്ട് വരും. എല്ലാവരും വരും. ആൾ കൂടും, ആൾ കുറയും. നിങ്ങൾക്കൊരു ഉറപ്പില്ലാത്ത എല്ലാവരും കാണണം. തുടരും. നമ്മൾ ദൂതിനകത്തോട്ട് കയറിയതുകൊണ്ട് അല്ലേ? അഴിയണം ദേഹി. പൂർണ്ണമായി അഴിഞ്ഞു പോകണം. പൂർണ്ണമായി മാറ്റം ഉണ്ടാകണം. ഒരു ദൂത് ഓടിച്ചു പറയും കേട്ടോ. നമ്മളെ പിശാച് പലപ്പോഴും ലോക്ക് ചെയ്യുന്നത് നമ്മുടെ ദേഹത്തെ പിടിച്ചോണ്ടല്ല ദിവാസനെ, നമ്മുടെ ദേഹിയാണ് പിശാച് അറ്റാക്ക് ചെയ്യുന്നത്. ഞാൻ എന്നേക്കാൾ പ്രായമുള്ള, എന്നേക്കാൾ പഴക്കമുള്ള ദൈവസഭയോടാണ് ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബോധ്യത്തിൽ ഞാൻ പറയുന്നു. അഭിഷേകം പ്രാപിച്ചൊരു കാലഘട്ടം ഓർത്തേ. പോട്ടെ, വിശ്വാസി വന്നൊരു കാലഘട്ടം ഓർത്തേ. അന്ന് എന്നാ പ്രാർത്ഥനയായിരുന്നു, എന്നാ പാട്ടായിരുന്നു, എന്നാ ആരാധനയായിരുന്നു. ബൈബിൾ വായിക്കാൻ അറിയത്തില്ല, പാട്ട് പാടാൻ അറിയത്തില്ല, പെന്തക്കോസിന് ഒന്നും അറിയില്ല. പക്ഷെ കർത്താവുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പാന്ന് വിളിച്ചാൽ അപ്പൻ അരികിൽ വരും. ആരാധിക്കാൻ വന്നിരുന്ന ദൈവസാന്നിധ്യം അറിയും. നമ്മൾ ദൈവശബ്ദം കേൾക്കും. ദൈവശബ്ദം കേൾക്കാന്ന് ഞാൻ പറഞ്ഞ പ്രസംഗം കേൾക്കുന്ന കാര്യം അല്ലെന്നേ. ഒരു യോഗത്തിൽ വന്ന് നമ്മോട് ദൈവശബ്ദം അറിയും. ഒരു യോഗത്തിൽ ആദ്യം വന്നിരുന്നവർ നമ്മൾ കർത്താവുമായിട്ട് ഭയങ്കര ക്ലോസ് ആവും. ഒന്നും അറിയില്ല. പെന്തക്കോസിന് ഒരു പാരമ്പര്യം അറിയത്തില്ല ചാ. പക്ഷെ കർത്താവുമായിട്ട് ഭയങ്കര അടുപ്പാണ്.
2025 ആയപ്പോഴോ? 2025 ആയപ്പോൾ പാടാൻ പഠിച്ചു, പ്രാർത്ഥിക്കാൻ പഠിച്ചു, പ്രസംഗിക്കാൻ പഠിച്ചു, എല്ലാം പഠിച്ചു. സത്യം പറ, ആ പഴയൊരു ബന്ധം എവിടെയൊക്കെയോ മുറിഞ്ഞു പോയില്ലേ? കർത്താവ് മാറിയതാണോ? ഇല്ലെന്നേ, കർത്താവ് മാറത്തില്ല. എന്തുകൊണ്ട് മാറത്തില്ല? ബൈബിൾ വാക്യം പറയാം, ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാത്തവൻ എൻ്റെ അപ്പൻ, അപ്പനടക്കമില്ല. പിന്നെ എന്തു പറ്റി? കർത്താവ് ഇന്നും കൊതിയാ എൻ്റെ അടുത്തു വരാൻ, എന്നോട് സംസാരിക്കാൻ. കർത്താവിന് ഇന്നും ആഗ്രഹമാണ്. എന്താ? വിശ്വാസത്തിൽ വന്ന് അഭിഷേകം പ്രാപിച്ച കാലഘട്ടം ദൈവശബ്ദം കേൾക്കുകയും സാന്നിധ്യം അറിയാൻ ചെയ്തു. ഓടി 25 ആയപ്പോൾ ഈ ബന്ധത്തിന് എന്താ കുറവുണ്ടായത്? വിശ്വാസത്തിൽ വന്ന കാലം പറയാം, അപ്പൊ പിടി കിട്ടും. വിശ്വാസത്തിൽ വന്ന കാലം, അഭിഷേകം പ്രാപിച്ച കാലഘട്ടം നമ്മുടെ ദേഹം വിശുദ്ധമായിരുന്നു, ലേശം അശുദ്ധിയില്ലായിരുന്നു. നമ്മുടെ ദേഹി പെർഫെക്റ്റ് ആദിവാസനെ, അസൂയില്ല, പിണക്കമില്ല, കോപമില്ല, ഒരു വികാരമില്ല. അതുകൊണ്ടല്ലേ എൻ്റെ അപ്പൻ അടുത്തു വന്നത്? 2025 ആയപ്പോഴോ? 2025 ആയപ്പം ദേഹത്തിൽ ചെറിയ അശുദ്ധി വന്നു, അതിനെ അവിടെ വെച്ചു. ദേഹിക്കകത്താണ് സകല വികാരം വന്നു കയറി. ഒരു സന്തോഷ വാർത്ത പറയട്ടെ, ദേഹത്തിൽ ചെറിയ അശുദ്ധി ഉള്ളപ്പോഴും ദേഹിക്കകത്ത് വികാരം ഉള്ളപ്പോഴും നമുക്ക് ഇപ്പോഴും സഭയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. മരിച്ചാൽ ഇവിടെ അടക്കും, ഒരു കുഴപ്പമില്ല. നമ്മളോർത്ത് കർത്താവും നമ്മളുമായിട്ട് അടുപ്പാണെന്നല്ലേ? അല്ല കേട്ടോ, കർത്താവിന് പണ്ടത്തെ പോലും അടുക്കാൻ കൊതിയുണ്ട്. കർത്താവിന് അടുക്കാൻ മേല. കർത്താവ് അടുത്തു വരുമ്പം ദേഹത്തിൽ അശുദ്ധി, ദേഹിക്കകത്ത് വികാരങ്ങൾ. ഒരു ദൂതി പകൽ പറയാം, ദേഹവും ദേഹി വിടുവിക്കപ്പെട്ടാൽ പണ്ടത്തെ പോലെ നല്ല കാലം എൻ്റെ കർത്താവ് മടക്കി തരാൻ പോവാണ്. ആ പഴയ പ്രാർത്ഥന, ആ പഴയ വെളിപ്പാട്, ആ പഴയ ആരാധന അവൻ മടക്കി തരാൻ പോവാണ്. കൈവിട്ടു പോയതല്ല, അകന്നു പോയതല്ല, ആത്മാവീ പകൽ മടക്കി തരിക. പഴയ വെളിപ്പാട്, ആ പഴയ പ്രാർത്ഥന, ആ പഴയ ആരാധന. ആമേൻ. എൻ്റെ അനുഭവം പറയാം. ഞാൻ മല്ലപ്പള്ളി ബൈബിൾ സ്കൂളിൽ പഠിച്ചത്. സത്യം പറയട്ടെ, മല്ലപ്പള്ളി ബൈബിൾ സ്കൂൾ ആയതുകൊണ്ടാണ് ഞാനൊരു പാസ്സായത്. സത്യം. മല്ലപ്പള്ളി ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ രാഹുൽ പാസ്സൊക്കെ എഴുതാനും വായിക്കാനും അറിയില്ല. എന്നെ നന്നായിട്ട് എഴുതാൻ അറിയുന്ന ആളെയാണ് പോർഷൻ പാസ്. മൈ ഗാഡ്, രാഹുൽ പാസ്സൊക്കെ എഴുതാനും അറിയത്തില്ല, വായിക്കാനും അറിയില്ല. രക്തം ജയം. സത്യം, ഞാൻ പ്രസംഗിക്കും, അദ്ദേഹം അത്ഭുതമാട്ടോ. സത്യം, അദ്ദേഹത്തിന് അത്ഭുതമാണ് ഞാൻ പ്രസംഗം കാണുമ്പോൾ. റിയലി എനിക്ക് എൻ്റെ ബൈബിൾ സ്കൂളിൽ നോട്ട് കണ്ടാൽ എനിക്കല്ലാതെ ഒരാൾക്ക് പോലും വായിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഫ്ലാറ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഹാളിൽ ഭയങ്കര ചിരി കേൾക്കാം, ഭയങ്കര ചിരി. ഓടിച്ചെന്നപ്പോൾ എൻ്റെ ഡയറി എടുത്ത് വെച്ച് അവർ വായിക്കുക. അവർ വായിക്കും തെറ്റാണ്, ഞാൻ വായിച്ച കറക്റ്റാണ്. സത്യം, രാഹുൽ പാസ്റ്റർക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. മലയാളം ബൈബിൾ വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല. രക്തം ജയം. ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, അതിനൊരു കൃപയെന്നാകട്ടോ. രക്തം ജയം. ഞാൻ തോന്നുക നിങ്ങളെ ആദരിപ്പാൻ കർത്താവിന് ഒന്നിനും പിൻബലം ആവശ്യമില്ല. നീ മല്ലപ്പള്ളി ബൈബിൾ സ്കൂളിൽ കരയും, കർത്താവേ ഞാനെന്താപ്പാ, കൃപതാപ്പാ, പ്ലീസ്, കൃപയില്ലാതെ കരയും. ബൈബിൾ സ്കൂൾ കാലഘട്ടം കരഞ്ഞു ജീവിച്ച കാലഘട്ടമാണ്. കർത്താവേ കൃപ വേണപ്പാ. ഞാൻ നിങ്ങളോട് റിയലായിട്ട് പറയാൻ കൂടെ പ്രിയരെ, കർത്താവ് എൻ്റെ അടുത്ത് വരുമായിരുന്നു, കർത്താവ് സംസാരിക്കുമായിരുന്നു. എഴുതാനും വായിക്കാനും അറിയാത്ത കാലഘട്ടങ്ങളിൽ ഞാൻ ദൈവശബ്ദം കേട്ട് ജീവിച്ച ആളാണ്. 2025 ആയപ്പോൾ രാഹുൽ പാസ് എഴുതാൻ പഠിച്ചു, വായിക്കാൻ പഠിച്ചു, എല്ലാം പഠിച്ചാ. സത്യം പറയാം, പഴയൊരു ബന്ധം എവിടെയൊക്കെയോ മുറിഞ്ഞു പോയെന്നേ. കർത്താവിന് ഇന്നും അടുക്കാൻ കൊതിയാ ദിവസനെ, എൻ്റെ അടുത്തൊന്ന് വന്ന് സംസാരിപ്പാൻ. പക്ഷെ കർത്താവിന് അടുക്കാൻ കഴിയാത്ത ദേഹവും ദേഹി എനിക്കുണ്ടായിപ്പോയി. ഒരു ദൂതി പകൽ പറയാം, ദേഹവും ദേഹിയും വിടുവിക്കപ്പെട്ടാൽ നഷ്ടമായി പോയ ദൈവശബ്ദം എൻ്റെ സ്വർഗം മടക്കി തരാൻ പോവാ. ഇന്ന് പകൽ വീട്ടിൽ ചെന്ന് പായിട്ട് മുട്ടുകുത്തി അപ്പാന്ന് വിളിച്ചാൽ അപ്പം നമ്മുടെ ആരെങ്കിലും വരാൻ പോവാ. എനിക്ക് ഉറപ്പുണ്ട്, ഈ ദൂത് പറയുമ്പോൾ തന്നെ ആ ദൈവശബ്ദത്തിലെ കൈമാറ്റം
കരം അടിച്ചോ, കരം ഉയർത്തിയോ. ആ ദൂതൻ അവൻ പറഞ്ഞു, ദേഹം ദേഹി വിടുവിക്കപ്പെടുക. കൈവിട്ട് പോയത്, അകന്നു പോയത് അവൻ മടക്കി തരിക, മടക്കി തരിക. ആ ദൈവ സാന്നിധ്യം, ആ ദൈവശക്തി അവൻ കൈമാറി തുടങ്ങി, കൈമാറി തുടങ്ങി. ആ ദൈവ ശബ്ദത്തിലെ കൈമാറ്റ്, ദൈവ ശബ്ദത്തിലെ കൈമാറ്റ്. ജയം 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 ജയം. ആമേൻ. ഓടി വന്ന വാഹനം ബ്രേക്ക് ഡൗൺ ആകുന്ന പോലെ നമ്മൾ നിന്നു. നമ്മൾ നിന്നത് ഗ്രാജ്വലി ആണ്, പതുക്കെ പതുക്കെ നിന്നത്. അതുകൊണ്ടാണ് നമ്മൾ നിന്നു പോയത് അറിയാഞ്ഞത്. തിരുവല്ല സഭയെ ഓടി തുടങ്ങിയത് വേഗതയിലായിരുന്നു. ഓട്ടം കൊള്ളാം, സ്റ്റാർട്ടിങ് ഓക്കെ ആയിരുന്നു. പക്ഷെ ഓടി 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 ഏതോ ഒരു മൈന്യൂട്ട് പോയിന്റിൽ നമ്മൾ നിന്നുപോയി. പിന്നെ അവിടെ കിടന്ന് കറങ്ങുക, മുൻപോട്ട് ഓടാൻ കഴിയുന്നില്ല, സാന്നിധ്യം അറിയാൻ പറ്റുന്നില്ല. ദൈവശബ്ദം കേൾക്കാൻ എല്ലാവരും സ്തോത്രം പറയുന്നു, ഞാൻ സ്തോത്രം പറയുന്നു. എല്ലാവരും പ്രാർത്ഥനയ്ക്കകത്ത് പോയി, ഞാനും പ്രാർത്ഥനയ്ക്കകത്ത് പോയി. എനിക്ക് അങ്ങയുടെ ശബ്ദം തടസ്സം ദേഹം ദേഹിയുമാ. ഇന്ന് പകൽ എന്നോട് കർത്താവ് പറയുക കേട്ടോ, ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകാൻ പോകുന്ന ശബ്ദം ഞാൻ ഈ പകൽ കേൾക്കുകയാണ്. നിന്ന് പോയിടത്തുനിന്ന് ഓടി തുടങ്ങാൻ പോവാണ്, ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകാൻ പോവാ. തിരുവല്ല സഭ ദൂരെ പിടിച്ചോ, നിന്ന് പോയിടത്തുനിന്ന് നമ്മൾ ഓടി തുടങ്ങാൻ പോവാ. പഴയ ആരാധന, ആ പഴയ വെളിപ്പാട്, ആ പഴയ കൂട്ടായ്മകൾ. ആമേൻ. ആരാധന തുടങ്ങിയാൽ നിർത്താൻ കഴിയാത്ത പോലെ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ആരാധിച്ചവർ നമ്മൾ. ചാടി തുള്ളി ആരാധിച്ചവർ. സാന്നിധ്യം അറിയാച്ചാന്ന്. ഒരു യോഗത്തിൽ വന്നിരുന്ന കർത്താവിന്റെ പ്രസൻസ് അറിയും. നമ്മൾ പോയ യോഗത്തിൽ ദൈവം വരാത്തോണ്ട് അല്ലെന്നേ, കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ടെന്നേ. അവന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിയാത്ത ദേഹം ദേഹിക്ക് ഞാൻ ഉടമയായി പോയി. ഓഹോ ഷമാരിയ ഹൽക്കമാനിയ. നമുക്കൊന്ന് മടക്കി പിടിക്കണമേ, നമുക്കൊന്ന് മടക്കി. എനിക്ക് ഉറപ്പുണ്ട് ഈ ദൂതിനകത്ത് ഭയങ്കര വിടുതലും ഈ ഹോളി ചലിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങളുടെ ആത്മമണ്ഡലം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ആരാധന മാറുക, നിങ്ങളുടെ പ്രാർത്ഥന മാറുക, നിങ്ങളുടെ വെളിപ്പാടുകൾ മാറുക. നഷ്ടമായി പോയ ആയുധങ്ങൾ അവൻ മടക്കി തരിക. പ്രാപിച്ചോ, കരം അടിച്ചോ, കരം ഉയർത്തിയോ. നിങ്ങൾക്ക് എങ്ങനെ വേണം ഈ പകൽ ആ ദൂതനെ പിടിക്കാം. പ്രതികരിച്ചോ, പ്രതികരിച്ചോ യേശുവിന്റെ നാമത്തിൽ. ഉടയട്ടെ 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 ഉടയട്ടെ. എന്നെ തോൽപ്പിച്ച, എന്നെ ഒതുക്കിയ ദേഹം ദേഹിയും, എന്റെ പ്രാർത്ഥന, എന്റെ ആരാധന, എന്റെ ശുശ്രൂഷകളെ, എന്റെ വെളിപ്പാടിനെ തകർത്ത എന്റെ ദേഹം ദേഹിടമേ, ഈ ഏഴാം പകൽ ജയം വെളിപ്പെടട്ടെ. അമേ അമേ. ഒരു സഭായോഗത്തിൽ വന്നിരുന്നു, വെറുതെ വന്നിരുന്നു, വെറുതെ മടങ്ങിപ്പോയ കാലത്തോട് ഇന്ന് പകൽ ഇവിടെ പറയണം. ഈ സ്വത്രം എടുക്കത്തില്ല, നല്ല സ്വത്രം പറയണം. വെറുതെ വന്നിരുന്ന് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കും, കുറേ നേരം ഉറങ്ങും. കമാൺ. സാന്നിധ്യത്തെ അറിയാൻ കഴിയാത്ത ഒരു വല്ലാത്ത ആത്മീയ ജീവിതം. പ്രസംഗിച്ച പാസ കുഴപ്പമല്ല അമ്മാമേ, പാടിയ പാട്ടിന് കുഴപ്പമല്ല ചാ, കുറുവാക്യത്തിന് കുഴപ്പമല്ല ചാ. കർത്താവ് വന്നേ, കർത്താവിന് നമ്മളെ അടുക്കാൻ കഴിയാത്ത ദേഹം ദേഹി എനിക്കുണ്ടെന്ന്. ഓടി തുടങ്ങാൻ കൊതിയുള്ളൊരു ദൂതെ പിടിച്ചോണം. എനിക്കൊരു നിർബന്ധം ഇവിടെ ഇല്ലെന്നേ.
ഇന്ന് പകൽ ഒന്ന് നടക്കാൻ, ഒന്ന് ഓടുവാൻ, ഇന്നലെ പ്രാപിച്ച കൃപ മടക്കി പ്രാപിച്ചോടാൻ ദാഹമുണ്ടെങ്കിൽ പറപ്പാ, ഈ 7 പകൽ എന്നെ തോൽപ്പിച്ച ദേഹം ദേഹിനമേൽ ആ ദൂത് വിടല്ല, ദൂരെ പിടിച്ചോ. ഇന്ന് പകൽ നിങ്ങൾ ഓടി തുടങ്ങാമോ? വലിയ കൃപാവരങ്ങൾ, വലിയ ആരാധനകൾ, വലിയ അഭിഷേകത്തിന്റെ പകർച്ചകൾ. ആ 10 മണിക്ക് തുടങ്ങിയ സഭായോഗം 3:30ക്കും 4 മണിക്കും തീർന്ന യോഗത്തിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. നിങ്ങൾ മിണ്ടുന്നില്ല. 10 മണിക്ക് തുടങ്ങി വെച്ചാ യോഗം 10 മണിക്ക് തുടങ്ങി. 3, 3:30, 4 വരെ യോഗം പോയിട്ടുണ്ട്, സഭായോഗം പോയിട്ടുണ്ട്. എന്നേക്കാൾ നന്നായി എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരല്ലേ നിങ്ങൾ. ഞാൻ ഹൃദയം തുറന്ന് കൈകൂപ്പി പറയാം കേട്ടോ. സോറി, എന്നേക്കാൾ പ്രായമുള്ള സഭയാണ്, എന്നേക്കാൾ സീനിയർ ദൈവമക്കളാണ്. ഇന്ന് എന്ത് പറ്റി? 12:30ക്ക് യോഗം നിൽക്കണം. ആരും മിണ്ടണം. കമാൺ. എന്ത് പറ്റി? സാന്നിധ്യത്തെ അറിയാൻ പറ്റുന്ന വെച്ചാ ഇന്ന് പകൽ അത് അഴിയണം. ഇന്ന് പകൽ അഴിയണം. ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ മഹത്വം അറിയണം. അത് പ്രസംഗത്തിന്റെ വാക്കുകൊണ്ടോ വാക്കുകളുടെ ഒഴുക്കുകൊണ്ടോ അല്ലെന്നേ, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തെ അറിയുന്ന, അവന്റെ സാന്നിധ്യം അറിയുന്ന ഒരു ദേഹം ദേഹി അത് ഇന്ന് അഴിയട്ടെ. പ്രതികരിച്ചോ. ഇന്ന് പകൽ ദേഹം ദേഹി ഉടയാണ്. ദൈവശബ്ദം, ദൈവ സാന്നിധ്യങ്ങളുടെ കൈമാറ്റം. കടുപ്പം കൂടുതലാണോ? ഒന്നുകൂടെ, കടുപ്പം കൂടുതലാണോ? ഡൈലൂട്ട് ചെയ്യണോ? ഇങ്ങനെ അങ്ങ് പോട്ടെ. സ്വോത്രം. ദൈവശബ്ദം കേട്ടിട്ടത്ര കാലമായി. നിങ്ങൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടോ? റേഞ്ചില്ലാത്ത സ്ഥലങ്ങളിൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ? തിരുവല്ല ഫുൾ റേഞ്ചാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ എരിമേലി കൊണ്ടുപോകാം, ഞാൻ കാണിച്ചുതരാം എങ്ങനെ ഉപയോഗിക്കണം. ഈ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഫോൺ ഉപയോഗിച്ച 3-4 കുഴപ്പങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഒത്തിരി ശബ്ദം എടുത്ത് വേണം പറയാൻ. 2 മിനിറ്റ് പറയേണ്ട വിഷയമുള്ളായിരുന്നു, പക്ഷെ 1.5 മണിക്കൂർ പറഞ്ഞാലും തീരത്തില്ല അല്ലേ? കാണുന്നവർ പറയും എന്നാ ഫോൺ വിളിയാ, 1.5 മണിക്കൂർ തുടങ്ങിയിട്ട് ഇതുവരെ നിർത്തിയില്ല. ആ വിളിക്കുന്ന അച്ഛനും മാത്രമേ അറിയത്തുള്ളൂ കേൾക്കുന്നത് കറക്റ്റായിട്ടല്ല കേൾക്കുന്നത്. വേറെ ഒരു കുഞ്ഞിന് പോലും അറിയത്തില്ല ശബ്ദം കറക്റ്റാണ്. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. എന്നാ പ്രസംഗിക്കാൻ രാഹുൽ പാസ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ ആ ശബ്ദം വല്ലപ്പോഴുമാണ്. എന്നാ പാട്ടാ, എന്നാ ആരാധന, എന്നെ അന്യഭാഷയാ. വല്ലപ്പോഴും കേട്ട ശബ്ദം നിരന്തരമാണ്. കേട്ടില്ല നിങ്ങൾ? വല്ലപ്പോഴും കേട്ട ശബ്ദം ഇന്ന് പകൽ നിരന്തരമാണ്. കേട്ടോ. ദൈവശബ്ദം കേൾക്കണോ? ദേഹം ദേഹി ഉടയണം. നിങ്ങൾ ഈ തട്ടുകട കണ്ടിട്ടുണ്ടോ? തട്ടുകട തിരുവല്ല തട്ടുകടയില്ല. നിങ്ങൾ അമേരിക്കര ആദ്യമായിട്ട് കേൾക്കുന്നത് തട്ടുകട. തിരുവല്ല തട്ടുകട ഇല്ല. ഉണ്ട്. തട്ടുകട ലാഭമുണ്ട്, നഷ്ടമുണ്ട്. ലാഭം ആർക്കാ? ലാഭം നമുക്കാ. നഷ്ടം ആർക്കാ? നഷ്ടം ഹോട്ടലുകാർക്കാണ്. നേറ്റ് കച്ചവടം ഹോട്ടലിൽ കമ്മിയാണ്. നമുക്ക് ലാഭം ഓടി അങ്ങോട്ട് ചെല്ലുക, ഓർഡർ ചെയ്യുക, ചൂടുള്ള ആഹാരം വരും, കഴിക്കുക, പൈസ കൊടുക്കുക, വീട്ടിൽ പോയി. എന്നാ സന്തോഷം അറിയോ? മയക. അത് വീട്ടിലുണ്ടാക്കിയാലോ വലിയ പാടാ. മാവ് കുഴയ്ക്കണം, തീ കത്തിക്കണം, അത് ചുടണം, അതിന് കറി വെക്കണം, വലിയ പാടാ. കഷ്ടപ്പെടാൻ ഇവിടെ ആളില്ല. എന്തുപറ്റി? തട്ടുകട തഴച്ചു വളർന്നു.
അല്ലേ? വീട്ടിൽ നല്ല വെള്ളമാണ്, നല്ല പ്ലേറ്റാണ്, നല്ല ഓയിലാണ്, നല്ല കാലാവസ്ഥയാണ്. വീട്ടിൽ തട്ടുകട വെള്ളം കണക്കാണ്, ഓയിൽ കണക്കാണ്, പ്ലേറ്റ് കണക്കാണ്, എന്നാലും ഡിമാൻഡ് തട്ടുകടയിലാണ്. ഒരു ദൂത് പറയാൻ വരിക, വില കൊടുത്താൽ നല്ലത് കിട്ടും. ഒന്നുകൂടെ പറയാം, വില കൊടുത്താൽ ദേഹം ദേഹി ഉടച്ചാൽ നമുക്ക് നേരിട്ട് ശബ്ദം കേൾക്കാം. ഒരു ഇടനിലക്കാരൻ വേണ്ട, ഒരു മീഡിയേറ്റർ വേണ്ട, ഒരു മധ്യസ്ഥൻ വേണ്ട. ഇന്ന് പകൽ മുതൽ നേരിട്ട് ശബ്ദം കേൾക്കാൻ തലമുറയിൽ നൽകട്ടെ. നേരിട്ട് ശബ്ദം കേൾക്കുക, നേരിട്ട് ശബ്ദം കേൾക്കുന്നവർ. ആമേൻ. ഇവിടെ പ്രവാചകനുണ്ട്, പ്രവചനമുണ്ട്. ഞാനും പ്രവാചകൻ, ഞാൻ ദൂതൊക്കെ പറയും. പക്ഷെ ഇന്ന് പകൽ നമ്മൾ പറഞ്ഞു, അപ്പോ ഒരു പ്രവാചകന്റെ തലയ്ക്ക് ഈ ദൂത് പറഞ്ഞില്ലെന്ന് സാറിയില്ല. വാക്കിനെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പ്രവാചകനാണ്, ഞാൻ ദൂത് പറയും. പക്ഷെ പ്രവാചകൻ എൻ്റെ തലയ്ക്ക് ദൂത് പറഞ്ഞില്ലെന്ന് സാറിയില്ല. മുട്ടുകുത്തിയാൽ എനിക്ക് കേൾക്കാൻ കഴിയും. കമാൺ. ഇന്ന് പകൽ ആ ദൈവ ശബ്ദം സഭ ഇവിടെ എഴുന്നേൽക്കാൻ പോവാണ്. എനിക്ക് ഉറപ്പുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇന്ന് പകൽ മുതൽ മുട്ടുകുത്തി അപ്പാന്ന് വിളിച്ച നേരിട്ട് ശബ്ദം കേൾക്കുന്ന ആത്മമണ്ഡലത്തിൽ നിങ്ങൾ നടക്കാൻ പോവാണ്. അത് പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. ദൈവ ശബ്ദങ്ങളെ കൈമാറ്റ, ദൈവ ശബ്ദത്തിലെ കൈമാറ്റ. ജയം 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 ജയം. ഇത്രയും ഇത്രയും പറയാൻ ആധികാരികതനറിയോ? നമ്മൾ ശബ്ദം കേട്ടവരാ. നമ്മൾ ശബ്ദം കേട്ട് നടന്നവരല്ലേ? എത്രയോ 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 തവണകളിൽ നമ്മൾ കർത്താവിന് ശബ്ദം കേട്ടവരാ. നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത്, നമ്മുടെ ഇടപെടലുകളിൽ, പെരുവഴികളിൽ, നമ്മുടെ ഞെരുക്കത്തിൽ മനുഷ്യൻ പറയുന്നതിനേക്കാൾ നന്നായി ശബ്ദം കേട്ടവരാണ്. ഇന്നും ദൈവത്തിന് സംസാരിക്കാൻ കഴിയുമോ? ദൈവ ശബ്ദം കേൾക്കണോ? ദേഹം ദേഹി ഉടയണം. നിങ്ങൾ കുറിച്ചിട്ടോ, ഇന്ന് പകൽ വീട്ടിൽ ചെന്ന് പായിട്ട് മുട്ടുകുത്തി അപ്പാന്ന് വിളിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് എന്റെ തമ്പുരാൻ ഇറങ്ങി വരാൻ പോവാണ്. അവന്റെ ശബ്ദമോ രാമ സാക്ഷാലായ ആരെയൊക്കെ നോക്കി ആത്മാവ് ഇന്ന് പ്രവചിച്ചു പറയാണ്. ഇന്ന് പകൽ മുതൽ ദൈവ ശബ്ദം കേൾക്കുന്നവർ ജയം 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 ജയം. പൗലോസിന്റെ വാക്കിൽ സാന്നിധ്യത്തിൽ നിന്ന് നമ്മളെ അകറ്റിയത് മനോവികാരങ്ങളാണ്. ആ വാക്ക് കേട്ടോ നിങ്ങൾ? സാന്നിധ്യത്തിൽ നിന്നെ അകറ്റിയത്. എന്താ അതിൻ്റെ അർത്ഥം? എനിക്ക് സാന്നിധ്യത്തിൽ ജീവിക്കാൻ തടസ്സം എൻ്റെ ദേഹിയാണെന്ന. ദൈവശബ്ദം കേൾക്കാൻ, കർത്താവിൻ്റെ പ്രസൻസ് അറിയാൻ, ആത്മാവിൽ കണ്ടിന്യൂ ചെയ്ത് ജീവിപ്പാൻ എന്നെ അനുവദിക്കാത്തൊരു ദേഹി എനിക്കുണ്ട്. നമ്മുടെ ശുശ്രൂഷ തോറ്റുപോയത് നമ്മുടെ കൃപാവരത്തെ തോൽപ്പിച്ചു കളയാൻ, നമ്മുടെ ഓട്ടത്തിൻ്റെ വേഗതകളെ തകർത്ത് കളയാൻ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ദേഹിയെ പിടിമുറുക്കിയത് കർത്താവ് ഇന്ന് പകൽ അഴിക്കാൻ പോവാണ്. എനിക്കുറപ്പുണ്ട്, തിരുവല്ല സഭ കേട്ടോ, ഇന്ന് പകൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പം നിങ്ങൾ അടുത്തൊരു ലെവലിനകത്തോട് നടന്ന് കയറാൻ പോവാ. അടുത്തൊരു സ്റ്റെപ്പിനകത്തേക്ക് നടന്ന് കയറാൻ പോവാ. നഷ്ടമായി പോയ കൃപാവരങ്ങൾ, നഷ്ടമായി പോയ ആരാധനകളെ, നഷ്ടമായി പോയ ദൈവശബ്ദത്തെ മടക്കി പിടിച്ച്
ജയം 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 ജയം. ഞാനിവിടെ നടത്താൻ പോവാ. ബാക്കി ഞാൻ വൈകിട്ട് പറയും. നിങ്ങൾ ഈ ദൂതോടെ കളയരുത്. ഞാൻ നിങ്ങൾക്ക് കാർ കിട്ടുന്നോ വീട് കിട്ടുന്നോ അമേരിക്ക പോകുന്നല്ല ഞാൻ പറഞ്ഞത്. അത് മനസ്സിലായവർക്കായി സ്തോത്രം പറയും. നമ്മൾ സ്റ്റക്കായി എടുത്തുനിന്ന്, നമ്മൾ ഓടി നിന്നെടുത്തുനിന്ന് നമുക്ക് റീസ്റ്റാർട്ട് ഉണ്ടാകണം അച്ഛാ. നിങ്ങൾ കേട്ടോ, നമ്മളെക്കാൾ പുറകെ തുടങ്ങിയവർക്ക് നമ്മളെക്കാൾ വേഗതയുണ്ട്. ഇപ്പം നമ്മളെക്കാൾ പുറകിൽ വിശ്വാസത്തിൽ വന്നവർക്ക് നമ്മളെക്കാൾ ഊർജവും വേഗതയുണ്ടായെന്ന്. രാഹുൽ പാസ്റ്റർക്ക് എന്ത് പറ്റി? എവിടെ നിന്ന് പോയച്ചാ? എന്നെ തോൽപ്പിച്ച ദേഹം ദേഹി ഞാൻ പോലും അറിയാതെ എന്നെ കേൾപ്പിച്ചൊരു ദേഹി. ഒറ്റ ദൂതും പറയാം, നമ്മുടെ വിൽ പവർ കൊണ്ട് നമുക്ക് നമ്മുടെ ദേഹിയെ പിടിക്കാൻ പറ്റത്തില്ല. കേട്ടോ, നിങ്ങൾ കേട്ടോ, വിൽ പവർ കൊണ്ട് ദേഹിയെ പിടിക്കാൻ. എന്താ വിൽ പവറിന്റെ മലയാള അർത്ഥം എന്നാ പറയണ്ടേ? വിൽ പവർ, വേഗം പറ, സമയമില്ല, വേഗം പറ. വിൽ പവർ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടില്ലേ? അത് മതി. വിൽ പവർ കൊണ്ട് ദേഹിയെ, അച്ഛാ, വിൽ പവർ കൊണ്ട് ദേഹിയെ പിടിക്കാമെങ്കിൽ ഞാൻ ആദ്യം പിടിച്ച് ജയിച്ചാൽ. കമാൺ. ഇവിടെ ആണ്ടർ മീറ്റിംഗ് ഉണ്ടോ? നിങ്ങൾ എന്നാ പറഞ്ഞത്? ആണ്ടർ മീറ്റിംഗ്, വാച്ച് നൈറ്റ് എന്നാ പറഞ്ഞേ? നിങ്ങൾ സഭക്കാരെ അല്ല, വാച്ച് നൈറ്റ്. ഇവിടെ ഉണ്ടോ? ഇവിടെ സാക്ഷിയുണ്ടോ? കുടുംബമായിട്ടോ ഏരിയാട്ടോ വ്യക്തിയാട്ടോ എങ്ങനാ? നിങ്ങൾ വലഞ്ഞു പോവാ ചോദ്യം നിങ്ങളല്ലേ. ഞങ്ങളുടെയൊക്കെ സഭയിൽ കുടുംബമായിട്ടാണ് സാക്ഷി പറഞ്ഞത്. അന്നൊരു സാക്ഷിയുണ്ട്, അതാണ് സാക്ഷിയാണ്. പ്രിയപ്പെട്ടവരെ, 2024 ഒത്തിരി യോഗത്തെ ഞാൻ മുടക്കി. 2025 ഒരു യോഗത്തെ പോലും സാക്ഷി കേട്ട് സഭ ഞെട്ടി, ഞങ്ങൾ ഞെട്ടി, പാസ്റ്റർമാർ ഞെട്ടി. കൊള്ളാം. ഇതേ സാക്ഷിയാണ് അമ്മാമ്മ 23-നും പറഞ്ഞത്. 3 മാസം ആ വണ്ടി നന്നായിട്ട് ഓടി, 4-ാം മാസം വണ്ടി മറിഞ്ഞു, ഡിസംബർ ആയിട്ടും വണ്ടി ശരിയാക്കിയിട്ടില്ല. നമ്മുടെ വിൽ പവർ കൊണ്ട് ദേഹിയെ പിടിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് നമ്മുടെ ദേഹിയെ പിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിടിക്കുമായിരുന്നെങ്കിൽ ഞാൻ ജയിച്ചാൽ. പക്ഷെ നമ്മൾ ഇന്ന് പകൽ ചോദിക്കുന്നത്, പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാമോ? ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത പലതും ഞങ്ങളുടെ ദേഹിക്കകത്തുണ്ടെന്നേ. ഞങ്ങളുടെ ബുദ്ധി കൊണ്ട്, ഞങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട്, ഞങ്ങൾ വിൽ പവർ കൊണ്ട് ഞങ്ങൾക്ക് പിടിച്ചൊതുക്കാൻ കഴിയാത്ത പലതും ഞങ്ങളുടെ ദേഹിക്കകത്തുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കാമോ? ഇന്ന് പകൽ ചോദിക്കാം, നിങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത വിഷയത്തെ ആത്മാവ് സഹായിക്കാമോ? പക്ഷേ ഒരു 2 മിനിറ്റ്സ്, കുഴപ്പമില്ല, 2 മിനിറ്റ് കൂടെ. 2 മിനിറ്റ് കൂടെ കേട്ടോ. രക്തം ചായ ബൈബിൾ വാക്യം, നിങ്ങൾ ഏതിൽ തോൽക്കുന്നോ അതിന് നിങ്ങൾ അടിമകൾ. നിങ്ങൾ ഏതിനാൽ തോൽക്കുന്നോ അതിന് നിങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ദഹിക്കാത്തുണ്ടോ? ഉണ്ടെ കേട്ടോ, അതിന് അടിമയാണ് നിങ്ങൾ. നിങ്ങളുടെ പദത്തെ സോറി, നമ്മൾ അടിമയാണ്. നിരാശയെ ജയിക്കാൻ കഴിയുന്നില്ലേ? എങ്കിൽ കേട്ടോ, ജയിക്കാൻ കഴിയാത്ത സാധനത്തിന് നമ്മൾ അടിമയാണ്. ദുഃഖത്തെ ജയിക്കാൻ കഴിയുന്നില്ലേ? എങ്കിൽ കേട്ടോ, ദുഃഖം എന്ന സാധനത്തിന് നമ്മൾ അടിമയാണ്. നിരാശ ജയിക്കാൻ കഴിയുന്നില്ലേ? കോപത്തെ ജയിക്കാൻ കഴിയുന്നില്ലേ? കേട്ടോ, ഇതിന് അടിമയാണ്. കാലങ്ങളായി നമ്മളെ അടിമയാക്കി വെച്ചു. പക്ഷെ ബൈബിൾ ഓഫർ പറഞ്ഞു കേട്ടോ, എത്ര കാലങ്ങളായി അടിമയാക്കി വെച്ച വിഷയത്തിനകത്ത് നിന്ന് ഇന്ന് പകസഭ പുറത്തു വരാൻ പോവാണ്. ഇനി അടിമയല്ല, നീ നിരാശക്ക് അടിമയല്ല, ദുഃഖത്തിന് അടിമയല്ല. അവരുടെ ആത്മാവ് നമ്മളെ ജയിപ്പിക്കാൻ പോവാ. ആരൊക്കെ പുറത്തു വരിക. കാലങ്ങളായി നിങ്ങളെ അടിമയാക്കി നിങ്ങളെ ഭരിച്ച വിഷയത്തിനകത്ത് പുറത്തു വരിക. നിരാശ, ദുഃഖം, നിങ്ങളെ നെടുവീർപ്പുകൾ തകർത്ത സകലത്തിൽ നിന്ന് ഇന്ന് പകൽ പുറത്തു വരിക. ഓ റബ ലബനയ ലബഡയ ലബഡയ ലബദനയ
ലാമറ സിയാതലമി ഹൽഖോരി ഹംദൽമന സൈതൽബിയ. കാലങ്ങളായി പുറത്തു വരാൻ കഴിയാതെ നമ്മളെ അടിമയാക്കി വെച്ച വിഷയത്തിനകത്ത് നിന്ന് കർത്താവ് ഇന്ന് പകൽ പുറത്തു കൊണ്ടിരുന്നു. നല്ല സ്വത്രം പറഞ്ഞു നീ. ഇനി നമ്മൾ ആ വിഷയത്തിന് അടിമയല്ല. ഇത്രയും നാളും എൻ്റെ അഭിഷേകത്തെ, എൻ്റെ ശുശ്രൂഷ തകിടം മറിച്ച എൻ്റെ കുടുംബത്തെ അടിമയാക്കി വെച്ച നിരാശയ്ക്കകത്ത് നിന്ന്, ആ ദുഃഖത്തിനകത്ത് നിന്ന്, ആ സങ്കടത്തിനകത്ത് നിന്ന്, ആ വികാരത്തിനകത്ത് നിന്ന് ആരൊക്കെ പുറത്തു ഇറങ്ങാൻ പോവാ. ചില കൂടുകൾ പൊളിയപ്പെടുക. നിന്നെ ഒതുക്കിയ കൂടുകൾക്ക് ഇന്ന് ആത്മാവ് പൊളിച്ചു കളയാ. പ്രാപിച്ചോ 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 പ്രാപിച്ചോ. ജയം 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 ജയ. അത് അഴിയാൻ തുടങ്ങി, അഴിയാൻ തുടങ്ങി. ആരൊക്കെ പുറത്തിറങ്ങുക, പുറത്തിറങ്ങുക. ഇനി ഒരു വിഷയത്തിനും നിന്നെ അടിമയാക്കാൻ കഴിയത്തില്ല. നിന്റെ തലമുറയെ, നിന്റെ കുടുംബത്തെ ഒരു വിഷയത്തിനും ഇനി അടിമയാക്കാൻ കഴിയത്തില്ല. ഒരു സ്വാതന്ത്ര്യം വ്യാപരിക്കട്ടെ. ശബാ ലമനിയ സാന്തൽ ബറ മബേഖേനി ആംസ്മതലയ. ഓ ആമേൻ ആമേൻ. നമ്മളെ അടിമയാക്കി വെച്ചത് ഇന്ന് പകൽ പുറത്തിറങ്ങും. ജയിക്കാൻ കഴിയാത്തതിനെ പരിശുദ്ധാത്മ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ കുറിച്ചിട്ട ഇന്ന് പകൽ മുതൽ നിങ്ങൾ പരിശുദ്ധാത്മന്റെ സഹായം അറിയാൻ പോവാണ്. പറ, കർത്താവേ, എനിക്ക് മാത്രം അറിയാവുന്ന വിഷയം, എനിക്കെന്നെ ജയിക്കാൻ കഴിയില്ലപ്പാ. കമാൺ. എനിക്ക് മാത്രം അറിയാവുന്ന വിഷയം, പലപ്പോഴും എന്നെ കടന്നു പിടിച്ചെന്നെ തോൽപ്പിക്കുന്നപ്പാ. എനിക്കെന്നെ ജയിക്കാൻ കഴിയുന്നില്ലപ്പാ. ചോദിക്ക ചോദിക്ക ചോദിക്ക. നിങ്ങളുടെ മേൽ പിശാചി ജയഘോഷം കൊണ്ടാടിയ വിഷയം ഇന്ന് പകൽ തോൽക്കും. ഇന്ന് പകൽ തോൽക്കും. ഇനി ആ വിഷയത്തിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. ഇനി ആ വിഷയത്തിൽ നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയത്തില്ല. ഇനി ആ വിഷയത്തിന് നിങ്ങളെ പിടിക്കാൻ പറ്റത്തില്ല. ഇനി ആ വിഷയത്തിൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓ ചായം ചായം ചായം. കേട്ടോ 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 കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാ കണ്ണു അടയ്ക്കുക, എല്ലാ കണ്ണു അടയ്ക്കുക, എല്ലാ കണ്ണു അടയ്ക്കുക, എല്ലാ കണ്ണു അടയ്ക്കുക. എല്ലാം ഷാമന. എല്ലാ കണ്ണു അടച്ചു, എല്ലാ കണ്ണു അടച്ചു, എല്ലാ കണ്ണു അടച്ചു. ഒരു നിമിഷം ചാടി എഴുന്നേൽക്കാം, ഒരു നിമിഷം ചാടി എഴുന്നേൽക്കാം. കാലിന് ബുദ്ധിമുട്ടില്ലാത്തവർ പ്ലീസ്, കാലിന് ബുദ്ധിമുട്ടില്ലാത്തവർ, എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർ, ഞാൻ നിങ്ങളെ കമ്പൽ ചെയ്യല്ല. പ്ലീസ് റൈറ്റസ് മീ ലഖേമീനി ആം സ്റ്റേറ്റിനി ആൽഖുറു റിയാത്തസ്. എല്ലാ കണ്ണു അടച്ചു, എല്ലാ കണ്ണു അടച്ചു. നിങ്ങൾക്ക് ഈ ദൂത് മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ഈ ദൂത് മനസ്സിലായെങ്കിൽ ഇവിടെ ഈ ദൂത് കളയരുത്. ഇന്ന് പകൽ 2 സ്തോത്രം 2 ഗ്ലോറി പറഞ്ഞ് ഈ ദൂത് കളയരുത്. നമ്മുടെ മേലെ ഈ ദൂത് റിസൾട്ട് ഉണ്ടാക്കണം, റിസൾട്ട് ഉണ്ടാക്കണം, റിസൾട്ട് ഉണ്ടാക്കണം. നമ്മൾ അറിയും നമ്മുടെ ദേഹിക്കകത്ത് പലതും അടർന്നു പോയത്, ചെതുമ്പൽ അടർന്നു പോയതുപോലെ, ചെതുമ്പൽ അടർന്നു പോയതുപോലെ. അവൻ്റെ കെട്ടഴുക്കി അവൻ നടക്കട്ടെന്ന് പറഞ്ഞ പോലെ മുൻപോട്ട് പോകാൻ കഴിയാതെ എവിടെല്ലാം പിശാചി കെട്ടിവെച്ചോ അതൊക്കെ ഇന്ന് പകൽ അഴിഞ്ഞു പോവുകയാണ്. ഓ, നിങ്ങൾക്കറിയാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ദേഹിയിൽ അറിയാൻ പറ്റും എവിടെല്ലാം പിശാചി അടിമയാക്കിയ വെച്ച് വിഷയത്തിനകത്ത് ഇന്ന് പോയി വചനം കൊളുത്തിയത്, വചനം അറത്തു മാറ്റിയത് നിങ്ങൾക്കറിയാൻ പറ്റും. ഇന്ന് പകൽ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ തുടങ്ങുകയാണ്. തിരുവല്ല സഭ ഇനി ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല, ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല, ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല. ദേഹിക്കകത്ത് പിടിമുറുക്കിയത് ഇന്ന് പകൽ അഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. വചനത്താൽ അഭിഷേകത്താൽ, വചനത്താൽ അഭിഷേകത്താൽ, വചനത്താൽ അഭിഷേകത്താൽ പ്രാപിച്ചോ പ്രാപിച്ചോ. കരമടിച്ചോ, കരമുയർത്തിയോ, പ്രതികരിച്ചോ പ്രതികരിച്ചോ. നിങ്ങൾ ആരെ നോക്കണ്ട. കരമടിക്കണേ, കരയാ, പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കുക, ആരാധിക്കണേ, ആരാധിക്കാം. അന്യഭാഷ പറയുക, അന്യഭാഷ പറയാം. വിട വ്യാപരിക്കട്ടെ, വിട വ്യാപരിക്കട്ടെ, വിട വ്യാപരിക്കട്ടെ.
അടബദല ഘടകജല റഗടബദല ഹഗടബല ഹദനബിയ അന്യഭാഷയിൽ കരമടിച്ച് അന്യഭാഷയിൽ കരമടിച്ച് അന്യഭാഷയിൽ. ഓ